വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഗൈസ്, ഇതൊരു സെൻസിറ്റീവ് ടോപ്പിക്കാണ്, ഒരു പൊളിറ്റിക്കൽ സൈഡും കൂടെ ഉള്ള ടോപ്പിക്കാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ബിലീഫ്സും പൊളിറ്റിക്സും ഒന്നും ഈ വീഡിയോയിൽ കാര്യമായി ചർച്ച ചെയ്യുന്നില്ല. ലേറ്റസ്റ്റ് സയൻസ് ജെൻഡറിനെയും സെക്ഷുവാലിറ്റിയെയും പറ്റി എന്ത് പറയുന്നു എന്ന് മാക്സിമം ക്ലാരിറ്റിയോടെ പ്രസൻറ്റ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിൽ എൻ്റെ ഉദ്ദേശം. ഞാൻ നിങ്ങളോടും റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയമെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ വ്യൂസ് മാറ്റിവെക്കുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ വ്യൂസ് തിരിച്ചു കൊണ്ടുവരാം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം, നമുക്ക് ഹെൽത്തി ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ബട്ട് വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, സെൻസിറ്റീവ് ടോപ്പിക്കാണ്. അതിനെപ്പറ്റി ഇൻസെൻസിറ്റീവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഓരോന്ന് ഇടുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ആരും കേൾക്കില്ല. അതിനെപ്പറ്റി പക്ഷേ സെൻസിറ്റീവായിട്ട്, റെസ്പെക്ട്ഫുള്ളായിട്ട് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അതിന് എഗൻസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ സെൻസിറ്റീവും റെസ്പെക്ട്ഫുള്ളും ആയിട്ട് പറഞ്ഞാൽ നമുക്കതിനെപ്പറ്റി ഒരു ഹെൽത്തി ഡിബേറ്റ് തന്നെ കമൻറ്റ് ബോക്സിലാവാം. ഓൾസോ വൺ മോർ തിങ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. ഈ വീഡിയോൻ്റെ അറ്റവും മൂലം നിന്ന് കട്ട് ചെയ്തിട്ട് ഇവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഇവൻ അങ്ങനെ പറഞ്ഞു ശരിയായില്ല എന്ന് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ എന്തുകൊണ്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ പറയുന്നു എന്ന് ഈ വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഐ ഏർജ് യു, പ്ലീസ് കാണുകയാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോഴേ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, തുടങ്ങാം. നിങ്ങൾ ഒരാണാണോ പെണ്ണാണോ? നിങ്ങൾ ആണാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ആണാണെന്ന്? നിങ്ങൾ പെണ്ണാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ പെണ്ണാണെന്ന്? ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവ എന്തൊക്കെയാണ് മണ്ടത്തരം പറയുന്നതെന്ന്? ബട്ട് വെയിറ്റ്, ജസ്റ്റ് ഹിയർ മീ ഔട്ട്. നിങ്ങളൊരാണാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ആണാണെന്ന്? അപ്പം നിങ്ങൾ പറയും സിമ്പിൾ, ഞാൻ എൻ്റെ ജെനിറ്റൽസിനോട് നോക്കും, എനിക്ക് എൻ്റെ പീനസ് കാണുമ്പോൾ പറയാം ഞാൻ ആണാണെന്ന്. ബട്ട് ലെറ്റ്സ് സേ ഒരു ആക്സിഡൻറ്റിൽ നിങ്ങളുടെ പീനസ് മുറിച്ച് മാറ്റേണ്ടി വന്നു. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന്? അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയും എൻ്റെ ഫേഷ്യൽ ഹെയർ, എൻ്റെ മീശ, താടി, എൻ്റെ മസിൽ സ്ട്രക്ചർ ഇത് കണ്ടറിയാം ഞാൻ ആണാണെന്ന്. ബട്ട് ലെറ്റ്സ് സേ നിങ്ങൾക്ക് മീശയും താടിയൊന്നും വളരുന്നില്ല ഒരുപാട് ആണുങ്ങളെ പോലെ, അത് നിങ്ങൾക്ക് അത്ര വലിയ മസിൽ സ്ട്രക്ചറും ഇല്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന്? അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയും എൻ്റെ ഈ കട്ടി, എൻ്റെ ഈ ബേസ് ഒച്ച, എൻ്റെ ഈ ലോ പിച്ച് വോയിസ് കേട്ടാൽ എനിക്കറിയാം ഞാൻ ആണാണെന്ന്. പക്ഷേ ഒരുപാട് പെണ്ണുങ്ങൾക്കുണ്ട് വളരെ ലോ പിച്ച് വോയിസ്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന്? ഇപ്പോൾ സർട്ടൻലി ദേഷ്യം വന്നിട്ട് നിങ്ങൾ പറയും ഞാനാണാണോ പെണ്ണാണോ എന്ന് പറയണമെങ്കിൽ എൻ്റെ സെക്സ് ക്രോമസോംസ് നോക്കിയാൽ മതി. XX ആണെങ്കിൽ ഞാൻ ഫീമെയിലാണ്, XY ആണെങ്കിൽ ഞാൻ മെയിലാണ്. ശരിയാണ്, പക്ഷേ നിങ്ങളുടെ ക്രോമസോംസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ. ഒരു രീതിയിൽ നിങ്ങൾക്കത് കാണാനോ കേൾക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ സെക്സ് ക്രോമസോംസ് എന്താണെന്ന് അറിയണമെങ്കിൽ അത് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരണം. പക്ഷേ ആ റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന്? ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിൽ, ഈ അവസ്ഥയിൽ, ഈ നിമിഷം നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ആണാണോ പെണ്ണാണോ? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചില ബേസിക്സ് അറിഞ്ഞിരിക്കണം. സെക്സിനെയും ജെൻഡറിനെയും പറ്റി, അതിൻ്റെ പിന്നിലെ സയൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അതറിയാതെ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിലെ അർത്ഥമില്ല. സോ നമുക്ക് ഏറ്റവും ബേസിക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് സെക്സ്? സെക്സ് എന്ന വാക്കിന് ഇംഗ്ലീഷിൽ രണ്ടർത്ഥമുണ്ട്. ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരോ സെക്ഷുവൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതാണ്. നൗ അൺഫോർച്ചുനേറ്റ്ലി ഈ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി ആയിരിക്കില്ല ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്സ് എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥത്തെ പറ്റിയാണ്. ഇതാണ് സെക്സ് എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥം. ഐദർ ഓഫ് ദ ടു മെയിൻ കാറ്റഗറീസ്, മെയിൽ ആൻഡ് ഫീമെയിൽ, ഇൻ ടു വിച്ച് ഹ്യൂമൻസ് ആൻഡ് മോസ്റ്റ് അതർ ലിവിങ് തിങ്സ് ആർ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദർ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അതായത് ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെയും സ്ട്രക്ചേഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ മെയിലായോ ഫീമെയിലായോ വേർതിരിക്കുന്നതിനെയാണ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത്. അല്ല, ക്രോമസോംസിൻ്റെ ഭാഷയിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സെക്സ് ക്രോമസോംസ് XX ആണെങ്കിൽ നിങ്ങൾ ഫീമെയിൽ ആയിരിക്കും, XY ആണെങ്കിൽ നിങ്ങൾ മെയിലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ സെക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ആൻഡ് ഓണസ്റ്റ്ലി ഇറ്റ്സ് ഫെയർലി സിമ്പിൾ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയാണ് നമ്മളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
The one fact which is backed by years of research into neuroscience and evolution. The one fact you cannot refute. നിങ്ങൾക്ക് എതിർക്കാൻ സാധിക്കാത്ത ഒരു സയൻറ്റിഫിക് ഫാക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് ദ സെക്സസ് ആർ ഡിഫറെൻറ്റ്. ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യസ്തരാണ്, ശാരീരികമായും മാനസികമായും. ടു എ ലോട്ട് ഓഫ് യു ദിസ് മൈറ്റ് സീം റിയലി ഓബ്വിയസ്. അവൻ എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? പക്ഷേ അല്ല, കുറേ പേർക്ക് ഇത് അത്ര ക്ലിയർ അല്ല. ഇപ്പോഴും ഒരുപാട് പേരുടെ വിചാരം ശരീരം കൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഡിഫറൻ്റ് ആണ്, പക്ഷേ ഇവരുടെ തലച്ചോറ് ജനിക്കുന്ന ഉടനെ സെയിം ആണ്, ഇവരൊന്നാണ്, സമൂഹമാണ് ഇവരെ വാർത്തെടുത്ത് പുരുഷന്മാരും സ്ത്രീകളും ആക്കുന്നതെന്ന്. നോ നോ നോ. ഏതൊരു സ്പീഷീസിലും മെയിലും ഫീമെയിലും ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും അവർക്ക് വേറെ വേറെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അവർ വേറെ വേറെ രീതിയിൽ ഇവോൾവ് ചെയ്യും. മനുഷ്യന്മാരുടെ കേസ് തന്നെ എടുക്കാം. ശരീരത്തിൽ ഉണ്ടാകുന്ന എവല്യൂഷണറി ഡിഫറൻസസ് ഓബ്വിയസ് ആണ്. കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾക്ക് വൈഡർ ഹിപ്സ് ഉണ്ടായി, കുഞ്ഞുങ്ങളെ നഴ്സ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ഉണ്ടായി, ഹണ്ട് ചെയ്യാനും മേറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനും വേണ്ടി പുരുഷന്മാർക്ക് ബിഗ്ഗർ സൈസും സ്ട്രോങ്ങർ മസിൽസും കിട്ടി. നോ, കിട്ടി എന്ന് ഞാൻ പറയുമ്പം ദൈവം കൊണ്ട് കൊടുത്തു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എവല്യൂഷൻ അതങ്ങനെ ആക്കി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓർക്കുക, മനുഷ്യൻ ഇവോൾവ് ചെയ്തത് കാട്ടിലാണ്. ഫോർ സം റീസൺ ആൾക്കാരത് മറന്നു പോകുന്നു സംടൈംസ്. കാട്ടിൽ തന്നെ ആണുങ്ങൾക്ക് സ്ട്രോങ് മസിൽസും ബിഗ് സൈസും ഇമ്പോർട്ടൻ്റ് ആണ് സർവൈവ് ചെയ്യാൻ. കാരണം ഹണ്ട് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ജനറ്റിക്കലി അതൊന്നും ഇല്ലാത്ത ആണുങ്ങൾ കാട്ടിൽ പെട്ടെന്ന് മരിച്ചു പോകും, കുട്ടികളെ ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ ജനറ്റിക്കലി ഒരു സ്ട്രോങ്ങർ സൈസും സ്ട്രോങ് മസിൽസും ഒക്കെ കിട്ടിയ ആണുങ്ങൾ കാട്ടിൽ സർവൈവ് ചെയ്യും, കുട്ടികളെ ഉണ്ടാക്കും. അവർക്ക് ഈ ബിഗ് സൈസും സ്ട്രോങ് മസിൽസും തന്ന DNA അവർ പാസ് ഡൗൺ ചെയ്യും, അത് ട്രാൻസ്മിറ്റ് ചെയ്യും, അവരുടെ കുട്ടികൾക്കും കിട്ടും. സിമിലർലി വൈഡ് ഹിപ്സ് ഇല്ലാത്ത സ്ത്രീകൾക്ക് സക്സസ്ഫുള്ളി പ്രസവിക്കാൻ സാധിക്കില്ല, അവരുടെ DNA ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. വൈഡ് ഹിപ്സ് ഉള്ള സ്ത്രീകൾക്ക്, ജനറ്റിക്കലി വൈഡ് ഹിപ്സ് ഉള്ള സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി, സക്സസ്ഫുള്ളി പ്രസവിക്കാൻ പറ്റി, അവർക്ക് ഈ വൈഡ് ഹിപ്സ് നൽകിയ ജീൻസ് അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റി. സിമ്പിൾ. നോ, ഇത് ശരീരത്തിൻ്റെ എവല്യൂഷനാണ്. മാനസികമായും ഇതുപോലെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും വേറെ വേറെ രീതിയിൽ ഇവോൾവ് ചെയ്യും. കാരണം മനസ്സ് എന്ന് പറയുന്നത് ബ്രെയിനാണ്, ആൻഡ് ബ്രെയിൻ ശരീരത്തിൻ്റെ ഭാഗമാണ്. ആൻഡ് ശരീരം ഇവോൾവ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിനനുസരിച്ച് ബ്രെയിനും ഇവോൾവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, സ്ത്രീകൾക്ക് കുട്ടികളോട് വാത്സല്യം കൂടുതലാണ്, കാരണം അവരങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്. ആണുങ്ങൾ കാട്ടിൽ കുട്ടികൾക്ക് വാത്സല്യം കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ കുട്ടിയുടെ അമ്മ കുട്ടിക്ക് വാത്സല്യം കൊടുത്തില്ലെങ്കിൽ കുട്ടി 100% മരിച്ചു പോകും. സോ അങ്ങനെ വാത്സല്യം കൊടുത്ത അമ്മമാരുടെ കുട്ടികളെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് അങ്ങനത്തെ അമ്മമാരുടെ ജീൻസ് അവരുടെ കുട്ടികൾക്കും കിട്ടി. സിമിലർലി ആണുങ്ങൾക്ക് കാട്ടിൽ ഹണ്ട് ചെയ്യേണ്ടതുകൊണ്ടും മേറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതുകൊണ്ടും അഗ്രഷനും ദേഷ്യവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അഗ്രസീവും അല്ല ദേഷ്യവും ഇല്ലാത്ത ആണുങ്ങൾ കാട്ടിൽ എഫക്റ്റീവ്ലി ഹണ്ടും ഫൈറ്റും ഒന്നും ചെയ്യാതെ കുട്ടികളെ ഉണ്ടാക്കാൻ സാധിക്കാതെ മരിച്ചു പോകും. അഗ്രസീവും കുറച്ച് ദേഷ്യമുള്ള ആണുങ്ങളിൽ കാട്ടിൽ സർവൈവ് ചെയ്യാനും പറ്റും, കുട്ടികളെ ഉണ്ടാക്കാനും പറ്റും. സോ അങ്ങനെയാണ് എവല്യൂഷൻ വർക്ക് ചെയ്തത് കാടുകളിൽ. സോ അതായത് എവല്യൂഷണറി ടേംസിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ശരീരവും തലച്ചോറും ഡിഫറൻ്റ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ ശാരീരികമായും മാനസികമായും ഡിഫറൻ്റ് ആണ്. എവല്യൂഷനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം എവല്യൂഷനെ പറ്റി ഞാൻ ഒരു എൻ്റയർ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി പോട്ടെ, നിങ്ങൾക്ക് എവല്യൂഷനിൽ തീരെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ന്യൂറോ സയൻസ് ഇട്ടും സെയിം കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റും. ന്യൂറോ സയൻസിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ, കാരണം ബ്രെയിൻ സ്കാൻസ് ഇട്ടാണ് പല കാര്യങ്ങളും പ്രൂവ് ചെയ്യുന്നത്. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ആക്ച്വൽ ബ്രെയിൻ സ്കാൻസ് എടുത്ത് നോക്കിയാൽ അറിയാം അവരുടെ തലച്ചോറ് സ്ട്രക്ചറലിയും ഫങ്ഷണലിയും ഡിഫറൻ്റ് ആണെന്ന്. ഫോർ എക്സാമ്പിൾ, പുരുഷന്മാർക്ക് ഒരു ലാർജർ സെറിബ്രമുണ്ട്, ലാർജർ സെറിബെല്ലമുണ്ട്, ലാർജർ അമിഗ്ഡലയുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് ഹയർ ഡെൻസിറ്റി ഉള്ള ലെഫ്റ്റ് ഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്, ലാർജർ ഹിപ്പോക്യാമ്പസ് ഉണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ ഫങ്ഷണൽ ഡിഫറൻസസും ഉണ്ട്. ആണുങ്ങളുടെ തലച്ചോറും പെണ്ണുങ്ങളുടെ തലച്ചോറും സ്ട്രക്ചറലി ഫങ്ഷണലി ഡിഫറൻ്റ് ആണ്. സോ അഗൈൻ വാട്ട് ഐ എം സേയിങ് ഇസ്, ആണുങ്ങളും പെണ്ണുങ്ങളും ഡിഫറൻ്റ് ആണ് ശാരീരികമായും മാനസികമായും. ആൻഡ് ദാറ്റ് ഫാക്ട് ഇസ് വെരി മച്ച് ബാക്ക്ഡ് ബൈ സയൻസ്. സ്ത്രീയെന്നും പുരുഷനെന്നും ഉള്ളത് സമൂഹം ഉണ്ടാക്കിയ വേർതിരിവല്ല. ഇവർ രണ്ടുപേരും ഡിഫറൻ്റ് ആണ് ബയോളജിക്കലി, മെൻ്റലി. നോ, ഇനി നിങ്ങൾക്ക് സയൻസിലും വിശ്വാസമില്ല എന്ന് പറയാണ്, എവല്യൂഷനിലും എനിക്ക് വിശ്വാസമില്ല, ന്യൂറോ സയൻസിലും എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ വേണ്ട, ഇതേ സാധനം സോഷ്യൽ എക്സ്പെരിമെൻറ്റ്സ് ഇട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. സ്വീഡൻ ആസ് എ നേഷൻ ജെൻഡർ ന്യൂട്രാലിറ്റി ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഇഷ്ടം. അതിൻ്റെ ഭാഗമായി തന്നെ ഗവൺമെൻറ് കുറേ ക്യാമ്പയിൻസ് ചെയ്യുന്നു. ഈ ക്യാമ്പയിൻസിൻ്റെ ഭാഗമായിട്ട് TV-യിലൊക്കെ വരുന്ന ആഡ്സിൽ കുഞ്ഞ് ആൺകുട്ടികൾ
ബാർബി ഡോൾസും മറ്റു ഡോൾസും ഇട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് പെൺകുട്ടികൾ കളിത്തോക്കുകളും ഡ്രഗ്സും ഒക്കെ ഇട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അവർ പാരൻസിനെ എൻഗേജ് ചെയ്തു. ആൺകുട്ടികൾക്ക് ഡോൾസ് വാങ്ങിച്ചു കൊടുക്കുക, അവരങ്ങനെ വളരട്ടെ. പെൺകുട്ടികൾക്ക് ടോയ് ട്രക്സും ടോയ് ഗൺസും വാങ്ങിച്ചു കൊടുക്കുക, അവരങ്ങനെ വളരട്ടെ എന്ന്. പക്ഷേ വർഷത്തിൻ്റെ അവസാനം സെയിൽസ് നോക്കിയപ്പം അവർ ഞെട്ടിപ്പോയി. കാരണം ഇവരെങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടും ആൺകുട്ടികൾ ഡോൾസ് മെജോറിറ്റി സമയം റിജക്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ ആൺകുട്ടികൾക്കും ഇഷ്ടം ട്രക്സ് ഇട്ടും തോക്കിട്ടും കളിക്കാനായിരുന്നു, കൂടുതൽ പെൺകുട്ടികൾക്കും ഇഷ്ടം ഡോൾസ് ഇട്ട് കളിക്കാനായിരുന്നു. ആൻഡ് ഈ എക്സ്പെരിമെൻറ്റ് അക്രോസ് കൾച്ചേഴ്സ്, അക്രോസ് നേഷൻസ്, ഈവൻ കുരങ്ങന്മാരിൽ വരെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ടു ദ സെയിം റിസൾട്ട്സ്. ഓക്കെ, സോ ദാറ്റ് വാസ് മൈ പോയിന്റ്. ദ സെക്സസ് ആർ ഡിഫറെൻറ്റ്. ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യസ്തരാണ്. നോ ഓർക്കുക, ചില കാര്യങ്ങൾ ആക്ച്വലി തെറ്റാണ്. നമ്മളെ ചില ഇൻഡസ്ട്രീസ് ചേർന്ന് പറ്റിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, പെൺകുട്ടികൾക്ക് പിങ്കാണ് ഇഷ്ടം, ആൺകുട്ടികൾക്ക് നീലയാണ് ഇഷ്ടം എന്ന് പറയുന്നത് ടോയും ക്ലോത്ത്സ് ഇൻഡസ്ട്രീസൊക്കെ ചേർന്ന് നമ്മളെ പറ്റിച്ചതാണ്. അതിലൊരു സയൻറ്റിഫിക് അടിസ്ഥാനമില്ല. പക്ഷേ സെറ്റിംഗ് ദാറ്റ് അസൈഡ്, ഇതുപോലത്തെ ചില കാര്യങ്ങൾ സെറ്റ് അസൈഡ്, ആണുങ്ങളും പെണ്ണുങ്ങളും ഫണ്ടമെൻ്റലി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഡിഫറെൻ്റ് ആണ്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പം നമ്മൾ സെക്സിനെ പറ്റിയും സെക്സ് ഡിഫറൻസസിനെ പറ്റിയും എല്ലാം ചർച്ച ചെയ്തു. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു വാക്കുണ്ട്, ഒരു ഇത്രയും കൂടെ കോംപ്ലക്സ് ആയ ഒരു വാക്ക്, ജെൻഡർ. എന്താണ് ജെൻഡർ? ജെൻഡറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ക്വിക്കായിട്ട് ഈ വീഡിയോൻ്റെ റിസർച്ചിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബുക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 2 ബുക്സാണ് ഈ വീഡിയോൻ്റെ റിസർച്ചിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഡിഫറെൻറ്റ് വാട്ട് ഏബ്സ് ക്യാൻ ടീച്ചസ് അബൌട്ട് ജെൻഡർ ബൈ ഫ്രാൻസിസ് ഡി വാൾ, ആൻഡ് രണ്ടാമത് ട്രാൻസ്ജെൻഡർ 101 ബൈ നിക്കോളാസ് ടേക്ക്. രണ്ടും വളരെ നല്ല ബുക്സാണ്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓൾസോ ഈ വീഡിയോൻ്റെ റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് റിസർച്ച് പേപ്പേഴ്സിൻ്റെ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിസ്സാരത്തിൻ്റെ എല്ലാ വീഡിയോസിനും ഉപയോഗിക്കുന്ന എല്ലാ റിസർച്ച് മെറ്റീരിയൽസും, എല്ലാ ബുക്സും, എല്ലാ വീഡിയോസും, എല്ലാ ആർട്ടിക്കിൾസും, എല്ലാത്തിൻ്റെയും ലിങ്ക്സ് അതാത് വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാവുന്നതാണ്. ജനറലി ആൾക്കാരിനോട് ചോദിക്കാറുണ്ട്, ഈ റിസർച്ച് മെറ്റീരിയൽസ് എല്ലാം ഇംഗ്ലീഷിൽ മാത്രമാണ് അവൈലബിൾ എന്ന്. സാഡ്ലി യെസ്, നമ്മൾ റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ബുക്സും പേപ്പേഴ്സും വീഡിയോസും ആർട്ടിക്കിൾസും എല്ലാം ഇംഗ്ലീഷിലാണ്. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് സയൻസ് പഠിക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് എന്ന് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് വാട്സാപ്പിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കാഫേ ട്രൈ ചെയ്യാം. ഇംഗ്ലീഷ് കാഫേ ഒരു ഓൺലൈൻ ട്രെയിനിങ് ഹബ്ബാണ്. ഓരോരുത്തരുടെ ഇംഗ്ലീഷിലെ കേപ്പബിലിറ്റി ഡിഫറൻ്റ് ആണ്. ചിലർക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ഓൾറെഡി കുറച്ച് ബേസിക്സ് അറിയായിരിക്കും. ചിലർ ഇംഗ്ലീഷ് പഠിച്ചു വരുന്നേ ഉണ്ടായിരിക്കുള്ളൂ. ഇതനുസരിച്ച് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇവരൊരു എൻട്രി ലെവൽ ടെസ്റ്റ് നടത്തും. അതനുസരിച്ച് ആൾക്കാരെ എൻട്രി, സെക്കൻഡറി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എന്ന് 3 കാറ്റഗറിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് 24 hours ഓൺലൈനായിട്ട് ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഓൾസോ ഇംഗ്ലീഷ് പറഞ്ഞ് പരിശീലിക്കാൻ വേണ്ടി കോളിംഗ് ആക്ടിവിറ്റീസ്, സ്പീക്കിംഗ് ആക്ടിവിറ്റീസും ഇവർ ഏർപ്പാടാക്കുന്നതാണ്. 2 മാസത്തെ കോഴ്സാണ്. പക്ഷേ 2 മാസത്തിൽ നിങ്ങൾക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 6 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റ്. കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കാൻ ഇവർ സ്പെഷ്യൽ കോഴ്സ് നടത്തുന്നുണ്ട്. 40 ദിവസത്തെ വീഡിയോ ക്ലാസ്സസ് ആണ്. ആൻഡ് ഓരോ കുട്ടിക്കും ഓരോ ടീച്ചർ എന്ന മോഡലാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അഡൾട്ട്സിനും ഹൈലി ഇൻഡിവിജ്വലൈസ്, ഹൈലി പേഴ്സണലൈസ് ട്യൂട്ടറിംഗ് ആയിരിക്കും. ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്കൗട്ട് ചെയ്യാം. സോ ഇംഗ്ലീഷ് കഫേ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ജെൻഡറിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ജെൻഡർ? ദ ബിഹേവിയറൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രേറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ സെക്സ്. ഇതിൽ ബിഹേവിയറലും സൈക്കോളജിക്കലും എന്ന വാക്കുകൾ നമുക്ക് എടുത്ത് മാറ്റാം. കാരണം നമ്മുടെ ബിഹേവിയറും നമ്മുടെ സൈക്കോളജിയും എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. ആൻഡ് ബ്രെയിനിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു, പുരുഷൻ്റെ ബ്രെയിനും സ്ത്രീയുടെ ബ്രെയിനും എല്ലാം ചർച്ച ചെയ്തു. സോ ബിഹേവിയറിലും സൈക്കോളജിക്കലും എന്ന വാക്കുകൾ ആ ഡെഫിനിഷനിൽ നിന്ന് എടുത്ത് മാറ്റാം. 3ാമത്തെ വാക്കെടുക്കാം, ദ കൾച്ചറൽ ട്രേറ്റ്സ്. കൾച്ചറൽ ട്രേറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ സെക്സ്. കൾച്ചർ, പുരുഷനും സ്ത്രീയും അവരുടെ വേ ഓഫ് ലൈഫും എല്ലാം കൾച്ചർ അനുസരിച്ച് മാറും. ഫോർ എക്സാമ്പിൾ, ചില കൾച്ചറുകളിൽ പുരുഷന്മാർ കുട്ടികളെ റേസ് ചെയ്യുന്നതിൽ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും, അവരത് പ്രൊമോട്ട് ചെയ്യും. ചില കൾച്ചറുകളിൽ സ്ത്രീകൾ ഭയങ്കര അഗ്രസീവോ ഔട്ട് ഗോയിങ് ഒക്കെ ആയിരിക്കും, അതായിരിക്കും ആ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു കൾച്ചറും ഇൻഹറൻ്റ്ലി തെറ്റൊന്നുമല്ല. പക്ഷെ ചില കൾച്ചറുകൾ ഇനിക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ ഇനിക്വാളിറ്റി ഒരു തെറ്റാവുന്നു. ഫോർ എക്സാമ്പിൾ, ചില കൾച്ചറുകളനുസരിച്ച് സ്ത്രീകൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം. ആ കൾച്ചർ തെറ്റല്ല, ആ കൾച്ചറിൽ വേറെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ആ കൾച്ചറിൻ്റെ ഈ ഭാഗം, സ്ത്രീകൾ വീട്ടിനകത്തിരിക്കണം എന്നുള്ളത് ഒരു ഇനിക്വാളിറ്റിയാണ്. ആ ഇനിക്വാളിറ്റി തെറ്റാണ്. ബട്ട് വെയിറ്റ്, ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന കുറച്ച് കൺഫ്യൂസിങ് ആവും. സോ ലെറ്റ് മീ ക്വിക്ക്ലി റീക്യാപ്പ്. ഓക്കെ, ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം.
രണ്ട് സെക്സസും ഡിഫറൻ്റ് ആണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഡിഫറൻ്റ് ആണ്, ശരീരം കൊണ്ടും തലച്ചോറ് കൊണ്ടും, അതായത് ശാരീരികമായും മാനസികമായും. കൾച്ചർ വൈസും ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ ജീവിതശൈലിയും വ്യത്യസ്തമാണ്. ഇനി കേൾക്കുക, ഈ സെക്സ് എന്ന വ്യത്യാസത്തിൻ്റെ പുറത്ത് കൾച്ചർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ജെൻഡർ. നമ്മൾ മനസ്സിലാക്കി സെക്സ് വൈസ് ആണുങ്ങളും പെണ്ണുങ്ങളും ഡിഫറൻ്റ് ആണ്, അതായത് ശരീരം കൊണ്ടും തലച്ചോറ് കൊണ്ടും അവർ ഡിഫറൻ്റ് ആണ്. കൾച്ചർ വൈസും ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. സെക്സിൻ്റെ പുറത്ത് കൾച്ചർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ജെൻഡർ. അതുകൊണ്ട് തന്നെ ജെൻഡർ വൈസും പുരുഷനും സ്ത്രീയും വ്യത്യസ്തരാണ്. സെക്സ് എന്ന ബയോളജിക്കൽ സാധനത്തിൻ്റെ പുറത്ത് കൾച്ചർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ജെൻഡർ. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനവും ബയോളജിക്കൽ തന്നെയാണ്. സെക്സിൻ്റെ പുറത്താണ് ഈ കൾച്ചർ ഇട്ടേക്കുന്നത്. അപ്പോൾ ജെൻഡറിൻ്റെയും അടിസ്ഥാനം ബയോളജി തന്നെയാണ്. സോ ജെൻഡർ ഇസ് ഓൾസോ വെരി മച്ച് എ ബയോളജിക്കൽ തിങ്. ഇറ്റ് ഇസ് എ കൾച്ചറൽ തിങ് ആസ് വെൽ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം ബയോളജി തന്നെയാണ്. കാരണം സെക്സ് എന്ന ബയോളജിക്കൽ തിങ്ങിൻ്റെ പുറത്ത് കൾച്ചർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ജെൻഡർ. സോ ജെൻഡേഴ്സും ഡിഫറൻ്റ് ആണ്. പുരുഷനും സ്ത്രീയും എന്ന രണ്ട് ജെൻഡേഴ്സ് വ്യത്യസ്തരാണ്. ഇപ്പം നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നും, ഇവൻ പറയുന്നതിൽ എന്തോ പന്തികേടുണ്ട്, ഇവൻ പറയുന്നത് അത്ര ശരിയല്ല, ഇവൻ എന്താണ് പറയുന്നത്, സ്ത്രീകളും പുരുഷനും വ്യത്യസ്തരാണെന്നാണോ, എന്താണ് ഇവൻ ജെൻഡർ ഇനിക്വാളിറ്റി ആണോ പ്രൊമോട്ട് ചെയ്യുന്നത്, സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനാണോ ഇവ സപ്പോർട്ട് ചെയ്യുന്നത്? നോ നോ നോ, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തരാണ്, പക്ഷേ അവർക്ക് ഒരേ അവകാശങ്ങളാണ്, അവർ തുല്യരാണ്. ജെൻഡർ ഇനിക്വാളിറ്റിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ ജെൻഡർ ഇനിക്വാളിറ്റിയിലെ പ്രശ്നം ഇനിക്വാളിറ്റിയാണ്, ജെൻഡർ അല്ല. ഇനിക്വാളിറ്റിയാണ് നമുക്ക് എടുത്ത് മാറ്റേണ്ടത്. പുരുഷനും സ്ത്രീയും വ്യത്യസ്തരാണ്, പക്ഷെ തുല്യരാണ്, ഒരേ അവകാശമുള്ള ആൾക്കാരാണ്. ഹൗ ഡു ഐ സേ ദിസ്? ഓക്കെ, നമുക്ക് റേസസിൻ്റെ എക്സാമ്പിൾ ഇട്ട് പറയാം. ഒരു ഇന്ത്യനും ഒരു അമേരിക്കനും ഒരു ജാപ്പനീസ് ആളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കൾച്ചർ കൊണ്ടും ഡിഫറൻ്റ് ആണ്. ആൻഡ് നമ്മളെന്താ പറയുന്നത്? നമ്മൾ അതെല്ലാം പറഞ്ഞിട്ടേ ഇവരെല്ലാം ഒന്നാണ്, ഇന്ത്യൻസും അമേരിക്കൻസും ജാപ്പനീസ് എല്ലാം ഒന്നാണ്, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇവർ വ്യത്യസ്തരാണ്, പക്ഷേ ഇവർ തുല്യരാണ്, ഇവർക്കൊരേ അവകാശങ്ങളാണ്. റേഷ്യൽ ഇനിക്വാളിറ്റിയെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് റേസിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടല്ല, ഇനിക്വാളിറ്റിയെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ജെൻഡേഴ്സും ഡിഫറൻ്റ് ആണ്. ജെൻഡർ ഇനിക്വാളിറ്റി വരുന്ന സ്ഥലത്ത് ഇനിക്വാളിറ്റീനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, ജെൻഡറിനെ അല്ല. ജെൻഡേഴ്സ് വ്യത്യസ്തമാണ്, പക്ഷേ അവർ തുല്യരാണ്. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരാണാണെങ്കിൽ, ആണോ പെണ്ണോ ആവട്ടെ, നിങ്ങളൊരാണാണെന്ന് അസ്യൂം ചെയ്യുക. നിങ്ങളൊരാണാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളൊരാണാണെന്ന്? ലെറ്റ്സ് സേ ഒരു ആക്സിഡൻറ്റ് കാരണം നിങ്ങളുടെ പീനസ് മുറിച്ച് മാറ്റേണ്ടി വന്നു. നിങ്ങൾക്ക് കാര്യമായ മീശയില്ല, താടിയില്ല, സ്ട്രോങ് മസിൽ സ്ട്രക്ചർ ഇല്ല, നിങ്ങൾക്കൊരു ലോ വോയിസ് ആണ്, ലോ പിച്ച് വോയിസ് ആണ്. പക്ഷേ ഒരുപാട് സ്ത്രീകൾക്ക് ലോ പിച്ച് വോയിസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റും നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന്? ഹൗ ഡു യു നോ ഇഫ് യു ആർ എ മാൻ ഓർ എ വുമൺ? ദ ആൻസർ ഇസ് സിമ്പിൾ. ഇറ്റ്സ് ദാറ്റ് യു ജസ്റ്റ് നോ. നിങ്ങൾക്ക് ജസ്റ്റ് അറിയാം നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന്. അത് നിങ്ങളുടെ ബ്രെയിൻ തരുന്ന ഒരു വളരെ സ്ട്രോങ് ഫീലിംഗ് ആണ്. അതിനെപ്പോഴും നിങ്ങളുടെ ശരീരത്തിലോട്ടോ നിങ്ങളുടെ ജെനിറ്റൽസിലോട്ടോ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾക്കൊരു സ്ട്രോങ് ഫീലിംഗ് തരും നിങ്ങളൊരാണാണോ പെണ്ണാണോ എന്ന്. സെക്സോളജിയിൽ ഒരു ഫേമസ് എക്സാമ്പിൾ ഉണ്ട്. ഒരു കേസ്, നമ്മളതിനെ ഡേവിഡ് റേമർ കേസ് എന്നാണ് വിളിക്കുന്നത്. ജോൺ മണി ഒരു ഫേമസ് ഡോക്ടറായിരുന്നു. പുള്ളി സെക്സോളജിയുടെ ഒരു ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാൾ തന്നെയായിരുന്നു. പുള്ളി വിശ്വസിച്ചിരുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ശരീരത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തലച്ചോറ് ഇവരുടെ രണ്ടുപേരുടെയും ജനിക്കുമ്പോൾ സെയിം ആണെന്നും സമൂഹമാണ് ഇവരെ വാർത്തെടുത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ആക്കുന്നതെന്നായിരുന്നു. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പുള്ളി ഒരു വളരെ മോശം എക്സ്പെരിമെൻ്റ് ചെയ്തു. ഒരു 6 മാസം മാത്രം പ്രായമുള്ള കുട്ടി ഉണ്ടായിരുന്നു, ബ്രൂസ്. ബ്രൂസിനെ സർക്കംസിഷൻ ഇല്ലേ, പീനിസിൻ്റെ അറ്റത്തെ സ്കിൻ മുറിച്ച് മാറ്റുന്ന പ്രൊസീജിയർ, സർക്കംസിഷൻ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഡോക്ടറിന് അബദ്ധം പറ്റി ബ്രൂസിൻ്റെ പീനിസ് മുറിച്ചു. അപ്പം ബ്രൂസിൻ്റെ പീനിസ് മുറിച്ച് മാറ്റി. ജോൺ മണി ഇതറിഞ്ഞു. ബ്രൂസിൻ്റെ പാരൻസിനെ തപ്പിപ്പിടിച്ചു. എന്നിട്ട് അവരെ കൺവിൻസ് ചെയ്തു എന്തായാലും ബ്രൂസിൻ്റെ പീനിസ് മുറിഞ്ഞുപോയി, ഇനി അവൻ്റെ ടെസ്റ്റിക്കിൾസും കൂടെ മുറിച്ച് മാറ്റി അവനെ ഒരു പെണ്ണായിട്ട് റേസ് ചെയ്യുന്നു. ആൻഡ് ബ്രൂസിൻ്റെ പാരൻസ് സർപ്രൈസിംഗ്ലി അഗ്രി ചെയ്തു. ബ്രൂസിൻ്റെ ടെസ്റ്റിക്കിൾസ് മുറിച്ച് മാറ്റി ബ്രൂസിനെ ഒരു പെണ്ണാക്കി, ബ്രെൻഡ എന്ന പേരിൽ അവർ പെണ്ണാക്കി വളർത്താൻ തുടങ്ങി. ബ്രൂസിന് ഇടാൻ സ്കേർട്ടും ഫ്രോക്കും കൊടുത്തു, കളിക്കാൻ പാവകൾ കൊടുത്തു, പെൺകുട്ടികളുടെ കൂടെ വളർത്താൻ തുടങ്ങി. ആൻഡ് ബ്രൂസിന് അറിവ് വെച്ച നാൾ തൊട്ട് ബ്രൂസ് ഒരു പെണ്ണാണ്. അപ്പം ബ്രൂസിന് അറിഞ്ഞൂടാ ബ്രൂസ് ആണാണെന്ന്. ജോൺ മണി അന്നത്തെ ലിബറൽസും വോക്സും എല്ലാം കൂടെ പൊക്കി ജോൺ മണിയാണ് ഏറ്റവും കിടിലൻ ഡോക്ടർ, അടിപൊളി എന്നൊക്കെ പറഞ്ഞു. ജോൺ മണി 5 വർഷത്തിൽ മരിച്ചുപോയി.
പക്ഷേ ബ്രൂസിൻ്റെ ലൈഫ് അതിനുശേഷം ഒരു നൈറ്റ് മെയർ ആയിരുന്നു. കൗമാരം ആവാൻ തുടങ്ങിയ തൊട്ട് ബ്രൂസിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, വല്ലാത്തൊരു ഡിപ്രഷൻ. ബ്രൂസിന് എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, അവൻ ഭയങ്കര അജിറ്റേറ്റഡ് ആവുന്നു. അവൻ അവൻ്റെ ഡ്രസ്സൊക്കെ വലിച്ച് കീറാൻ തുടങ്ങുന്നു. പെൺകുട്ടികളുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാനാണ് ഇഷ്ടമല്ല, ആൺകുട്ടികളുടെ കൂടെ നടക്കാനാണ് ഇഷ്ടം. അവൻ്റെ ഡോൾസ് ഒന്നും ഇഷ്ടമല്ല. പക്ഷെ അവന് മനസ്സിലാവുന്നില്ല ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്. ആൻഡ് അവൻ മോർ ആൻഡ് മോർ ഡിപ്രസ്ഡ് ആവാൻ തുടങ്ങി. ഫൈനലി ബ്രൂസിൻ്റെ പാരൻസ് അവനോട് സത്യം പറഞ്ഞു, അവൻ ശരിക്കും ഒരു ആൺകുട്ടിയായിരുന്നു എന്നും അവനെ ഇങ്ങനെ ചെയ്ത് പെണ്ണാക്കിയതാണെന്നും. അത് ബ്രൂസിനെ ഭയങ്കരമായിട്ട് സ്വാന്തനിപ്പിച്ചു, അവനെ ആശ്വസിപ്പിച്ചു. ബ്രൂസ് വീണ്ടും തിരിച്ച് ആണായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. അവൻ്റെ പേര് ബ്രൂസ് എന്നാ തിരിച്ച് ബ്രൻ്റെന്ന് ബ്രൂസ് എന്നാക്കുന്നതിന് പകരം അവനെ ഡേവിഡ് എന്ന് വിളിച്ചു. ഇതാണ് ഫേമസ് ഡേവിഡ് റേമർ കേസ്. ഡേവിഡ് പക്ഷേ സാഡ്ലി 38-ാം വയസ്സിൽ ഡിപ്രഷൻ കാരണം സൂയിസൈഡ് ചെയ്ത് മരിച്ചു. ഇത് നമ്മളെ ഒരു കാര്യമാണ് തെളിയിച്ചു തരുന്നത് സ്ട്രോങ് ആയിട്ട്. സമൂഹമല്ല തീരുമാനിക്കുന്നത് ഒരാൾ ഏത് ജെൻഡർ ആണെന്നോ ഏത് ജെൻഡർ ആവണമെന്നോ. അത് ഒരാളുടെ ഉള്ളിലുള്ള തോന്നലാണ്. ആ തോന്നലിന് എഗൻസ്റ്റ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അയാൾ വളരെ ഡിപ്രസ്ഡും ആജിറ്റേറ്റഡും ആവാൻ തുടങ്ങും. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ദിസ് ഇസ് ക്ലിയർ. ഒരാൾ ഏത് ജെൻഡർ ആണെന്ന് അയാൾക്കുള്ളിൽ സ്ട്രോങ് ആയി തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. അയാളുടെ തലച്ചോർ അയാൾക്ക് കൊടുക്കുന്ന ഒരു ഫീലിംഗ് ആണ്. റിഗാർഡ്ലെസ് ഓഫ് അയാളുടെ ശരീരം അല്ലെങ്കിൽ സമൂഹം എന്ത് പറയുന്നു, അയാളുടെ തലച്ചോർ അയാൾക്കൊരു ഫീലിംഗ് കൊടുക്കും അയാൾ ഏത് ജെൻഡർ ആണെന്ന്. ആൻഡ് ഇന്നത്തെ സയൻസും അത് തന്നെയാണ് തെളിയിച്ചു വരുന്നത്. ലേറ്റസ്റ്റ് സയൻസ് അനുസരിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ബെഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്ട്രയ ടെർമിനാലിസ് എന്ന് പറഞ്ഞിട്ട്. ഈ BNST, ബെഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്ട്രയ ടെർമിനാലിസ് ആണ് നമുക്ക് ഈ ജെൻഡറിൻ്റെ ഫീലിംഗ് തരുന്നത്. ഞാൻ ഇന്ന ജെൻഡറാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ മറ്റേത് ജെൻഡറാണ്, നമ്മൾ ഏത് ജെൻഡർ ആണെന്നുള്ള ഫീലിംഗ് നമുക്ക് തരുന്നത് ഈ ബെഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്ട്രയ ടെർമിനാലിസ് ആണെന്നാണ് ലേറ്റസ്റ്റ് സയൻസ് പ്രൂവ് ചെയ്ത് വരുന്നത്. കൺക്ലൂസീവ് സ്റ്റഡി അല്ല, പക്ഷേ പറയപ്പെടുന്നതും പ്രൂവ് ചെയ്ത് വരുന്നതും അതിലേക്കാണ്. ഓക്കെ, സോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ റീക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 30 സെക്കൻഡിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സെക്സസ് ഡിഫറൻ്റ് ആണ്, ആണുങ്ങളും പെണ്ണുങ്ങളും ഡിഫറൻ്റ് ആണ്, ശാരീരികമായും മാനസികമായും. ഈ സെക്സിൻ്റെ പുറത്ത് നമ്മൾ കൾച്ചർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ജെൻഡർ. അതുകൊണ്ട് തന്നെ ജെൻഡർ വൈസും പുരുഷനും സ്ത്രീയും ഡിഫറൻ്റ് ആണ്. ഒരാൾ ഏത് ജെൻഡർ ആണെന്ന്, അയാൾ ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാൻ അയാൾക്ക് അയാളുടെ ശരീരത്തിലോട്ട് നോക്കേണ്ട ഒരു ആവശ്യമില്ല. അയാളുടെ തലച്ചോറ് തന്നെ അയാൾക്ക് സ്ട്രോങ് ആയ ഒരു ഫീലിംഗ് കൊടുക്കും. ആൻഡ് ഈ തലച്ചോറിൻ്റെ ബെഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്ട്രയ ടെർമിനാലിസ് എന്ന് പറഞ്ഞ ഏരിയയാണ് അയാൾക്ക് ഈ ഫീലിംഗ് കൊടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് അയാളുടെ ബ്രെയിൻ കൊടുക്കുന്ന ഈ ഫീലിംഗ്, അയാൾ ഏത് ജെൻഡർ ആണെന്ന് അയാളുടെ ബ്രെയിൻ കൊടുക്കുന്ന ഫീലിംഗ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹിസ് ബോഡി ഓർ വാട്ട് ദ സൊസൈറ്റി സേസ്. അയാളുടെ ശരീരമോ സമൂഹത്തിനോ ഇൻഡിപെൻഡൻ്റ് ആണ്. അയാളുടെ ബ്രെയിനാണ് അയാൾക്ക് ആ ഫീലിംഗ് കൊടുക്കുന്നത് അയാൾ ഇന്ന ജെൻഡർ ആണെന്ന്. ഓക്കെ, സോ ഇതാണ് റീക്യാപ്പ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. LGBTQIA എന്ന ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയുമായിരുന്നു അതിൻ്റെ ഫണ്ടമെൻ്റൽ സയൻസ്. ഇപ്പോൾ ബേസ് സയൻസ് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് LGBTQIA പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും സയൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇവൻ ഈ സയൻസിലൂടെയൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവൻ പറയുന്നു സെക്സസ് ഡിഫറൻ്റ് ആണെന്ന്, ജെൻഡേഴ്സ് ഡിഫറൻ്റ് ആണെന്ന്, പുരുഷനും സ്ത്രീയും ഡിഫറൻ്റ് ആണെന്ന്. ഇവൻ ട്രാൻസ്ജെൻഡറിസത്തിന് എതിരാണോ? അല്ല, ഞാൻ ഇത്രയും പറഞ്ഞത് ട്രാൻസ്ജെൻഡറിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ട്രാൻസ്ജെൻഡറിസത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് എന്താണ്? നമ്മൾ ഏത് ജെൻഡറാണ് എന്നുള്ളത് നമ്മുടെ തലച്ചോറ് നമുക്ക് തരുന്ന ഒരു സ്ട്രോങ് ഫീലിംഗ് ആണ്. ആൻഡ് തലച്ചോറിൻ്റെ ആ ഏരിയ ബെഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്ട്രയ ടെർമിനാലിസ് ആണെന്നാണ് സയൻസ് ഇന്ന് കൺക്ലൂഡ് ചെയ്ത് വരുന്നത്. ചില ആൾക്കാർക്ക് അവരുടെ തലച്ചോറ് കൊടുക്കുന്ന ഫീലിങ്ങും അവരുടെ ശരീരവും മാച്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഉള്ളിൽ തോന്നുന്നത് ഞാനൊരു പുരുഷനാണെന്ന് തന്നെയാണ്. ആൻഡ് ശരീരം കൊണ്ടും ഞാനൊരു പുരുഷൻ തന്നെയാണ്. അതായത് എൻ്റെ ബ്രെയിൻ എനിക്ക് തരുന്ന ഫീലിങ്ങും എൻ്റെ ശരീരവും മാച്ച് ചെയ്യുന്നു. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ സിസ് ജെൻഡേർഡ് എന്ന് വിളിക്കും. സിസ് എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ്. മെജോറിറ്റി ആൾക്കാരും സിസ് ജെൻഡേർഡ് ആണ്. പക്ഷേ ഒരു മൈനോറിറ്റി ആൾക്കാർക്ക് അവരുടെ ബ്രെയിൻ അവർക്ക് കൊടുക്കുന്ന ഫീലിങ്ങും അവരുടെ ശരീരവും മാച്ച് ചെയ്യില്ല. ലെറ്റ്സ് സേ ഹൈപ്പോത്തറ്റിക്കലി എൻ്റെ ബ്രെയിൻ എനിക്ക് തരുന്ന ഫീലിംഗ് ഞാനൊരു സ്ത്രീയാണെന്നാണ്, പക്ഷേ ശരീരം കൊണ്ട് ഞാനൊരു പുരുഷനാണെങ്കിൽ ഞാൻ ട്രാൻസ്ജെൻഡേർഡാണ്.
ഇതാണ് സിസ് ജെൻഡേർഡും ട്രാൻസ്ജെൻഡേർഡും. സോ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തില്ലേ, നമ്മൾ ഏത് ജെൻഡറാണെന്ന് നമ്മുടെ തലച്ചോറ് നമുക്ക് തരുന്ന ആ ഫീലിങ്ങിനെയാണ് നമ്മൾ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. സിസ് ജെൻഡേർഡ് ആൾക്കാർ, ഇപ്പം എന്നെ പോലത്തെ ആൾക്കാർക്ക് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും അവരുടെ ശരീരവും തമ്മിൽ മാച്ച് ചെയ്യും. ഇപ്പം എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഞാൻ പുരുഷനാണെന്നാണ്, എൻ്റെ ശരീരവും പുരുഷൻ്റെയാണ്, അത് മാച്ച് ചെയ്യുന്നു. ട്രാൻസ്ജെൻഡേർഡ് ആൾക്കാർക്ക് പക്ഷേ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും അവരുടെ ശരീരവും മാച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണ്, സിസ് ജെൻഡർ എന്താണ്, ട്രാൻസ്ജെൻഡർ എന്താണെന്ന്. ഒരു വാക്കും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതിനെ ജെൻഡർ എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ജെൻഡറിനെ പോലെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ നിസ്സാരം ഒരു സാരി ഉടുത്തുകൊണ്ട് വന്നിട്ട് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ഒരു ഫീമെയിലിനെ പോലെ എക്സ്പ്രസ് ചെയ്യുന്നു, അത്രമാത്രം. ജെൻഡർ ഐഡൻറ്റിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ തലച്ചോറ് എനിക്ക് തരുന്ന ഫീലിംഗ് ആണ്. ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. അത് എൻ്റെ ഉള്ളിലെ ഫീലിങ്ങോ എൻ്റെ ജെൻഡറിനെ പറ്റിയൊന്നും ഒന്നും കൺവേ ചെയ്യുന്നില്ല. ജെൻഡർ എക്സ്പ്രഷൻ എന്തും ആവാം. എനിക്ക് വേണമെങ്കിൽ ചുമ്മാ ഒരു ദിവസം ഒരു വളയും കൺമഷിയും പൊട്ട് ഇട്ടുകൊണ്ടെന്ന് ചെയ്യാം, അപ്പം ഞാൻ ഫീമെയിലെ പോലെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയോ എൻ്റെ ജെൻഡറിനെ ഒന്നും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റിയും ജെൻഡർ എക്സ്പ്രഷനും എന്തായാലും നമുക്ക് മനസ്സിലായി. ജെൻഡർ ഐഡൻറ്റിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ജെൻഡർ എക്സ്പ്രഷൻ ജസ്റ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നത് മാത്രമാണ്. ഓക്കെ, അപ്പം നമ്മൾ ട്രാൻസ്ജെൻഡർ എന്താണ്, ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണ്, ജെൻഡർ എക്സ്പ്രഷൻ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി. അടുത്തത് നമുക്ക് ആൾക്കാർക്ക് സ്ഥിരം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് വാക്കുകളുടെ വ്യത്യാസത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ട്രാൻസ്ജെൻഡറും ട്രാൻസ്സെക്ഷുവലും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡറാണ് ലാർജർ ബ്രോഡർ ടേം. ട്രാൻസ്സെക്ഷുവൽ എന്ന് പറയുന്ന അതിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ്. ഫോർ എക്സാമ്പിൾ, സ്പോർട്സ് അല്ലേ ലാർജർ ടേം, സ്പോർട്സിനകത്തെ ഒരു സബ് കാറ്റഗറി അല്ലേ ക്രിക്കറ്റ്. അതുപോലെയാണ് ട്രാൻസ്ജെൻഡറും അതിൻ്റെ സബ് കാറ്റഗറിയായ ട്രാൻസ്സെക്ഷുവലും. Transsexual is someone who feels like they belong to the opposite gender and has undergone or wants to undergo surgery to change themselves biologically. അതായത് താൻ ഉള്ളുകൊണ്ട് ഓപ്പോസിറ്റ് ജെൻഡർ ആണെന്ന്, ജെൻഡർ ഐഡൻറ്റിറ്റി കൊണ്ട് ഓപ്പോസിറ്റ് ജെൻഡർ ആണെന്ന് മനസ്സിലാക്കി അത് കാരണം തന്നെ സർജറി ചെയ്ത് ശരീരം മാറ്റാൻ ആഗ്രഹിക്കുന്നതോ സർജറി ചെയ്തതോ ആയ ആൾക്കാരാണ് ട്രാൻസ്സെക്ഷുവൽസ്. ട്രാൻസ്ജെൻഡർ കുറച്ചുകൂടി ഒരു ലാർജർ ടേമാണ്. അതിൽ വേറെയും കുറച്ച് കാറ്റഗറീസ് ഓഫ് ആൾക്കാർ ഉൾപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ഡ്രാഗ് ക്വീൻസും ഡ്രാഗ് കിങ്സും. ഡ്രാഗ് എന്ന് പറയുന്നത് ഡ്രസ്ഡ് ആസ് എ ഗേളിൻ്റെ ആക്രോണിമാണ്. ഡ്രാഗ് ക്വീൻസും ഡ്രാഗ് കിങ്സും ട്രാൻസ്ജെൻഡേഴ്സിനകത്ത് വരുന്നവരാണ്. കാരണം അവരുടെ പെർഫോമൻസിൻ്റെ സമയത്ത് മാത്രം അവർ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളാണെന്ന് അവർക്ക് തോന്നുന്നു എന്നാണ് അവർ പറയുന്നത്. ജെൻഡർ ക്വയർ ആൾക്കാർക്ക് അവർ ഒരു പർട്ടിക്കുലർ ജെൻഡറിൽ ബിലോങ് ചെയ്യുന്നു എന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു ജെൻഡറിലേക്ക് ബിലോങ് ചെയ്യുന്നൊന്നും തോന്നുന്നില്ല. അവരും ട്രാൻസ്ജെൻഡേഴ്സിനകത്ത് വരുന്നു. ചില ക്രോസ് ഡ്രസ്സേഴ്സ് ട്രാൻസ്ജെൻഡറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതുപോലത്തെ ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട് ട്രാൻസ്ജെൻഡർ എന്ന ടേമിനകത്ത്. മറ്റൊരു കോമൺ ഡൗട്ട് ആൾക്കാർക്കുള്ള എന്തെന്ന് വെച്ചാൽ, ആരെയാണ് ട്രാൻസ് മാൻ എന്ന് വിളിക്കേണ്ടത്, ആരെയാണ് ട്രാൻസ് വുമൺ എന്ന് വിളിക്കേണ്ടത്? സിമ്പിൾ റൂൾ എന്തെന്ന് വെച്ചാൽ, ഒരാളുടെ കറണ്ട് ജെൻഡർ ഐഡൻറ്റിറ്റി, അയാളുടെ ബ്രെയിൻ അയാൾക്ക് കറൻ്റ്ലി ഉള്ളിൽ കൊടുക്കുന്ന ഫീലിംഗ് എന്താണോ അതാണ് നമ്മൾ ട്രാൻസ് എന്ന വാക്കിന് ശേഷം ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ശരീരം കൊണ്ട് പുരുഷനാണ് പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ സ്ത്രീയാണ്, എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഞാൻ സ്ത്രീയാണെന്നാണെങ്കിൽ ഞാനൊരു ട്രാൻസ് വുമണാണ്. സിമിലർലി, ഞാൻ ശരീരം കൊണ്ട് സ്ത്രീയാണ് പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ബ്രെയിൻ എനിക്ക് തരുന്ന ഫീലിംഗ്, എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഞാൻ പുരുഷനാണെന്നാണെങ്കിൽ ഞാനൊരു ട്രാൻസ് മാനാണ്. നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണോ അതാണ് ട്രാൻസ് എന്ന വാക്കിന് ശേഷം ആഡ് ആവുന്നത് നമ്മളൊരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആണെങ്കിൽ. നമ്മളെല്ലാം ഇൻസ്റ്റാഗ്രാം ബയോയിലും ഇൻ്റർനെറ്റിലും അല്ലാതെയും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പ്രോനൗൺസ്. ഹി, ഹിം, ഷീ, ഹർ, ദേ, ദെം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ദിസ് ഈസ് ഓൾസോ പ്രിറ്റി സിമ്പിൾ. ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണോ അതിന് മാച്ച് ചെയ്യുന്ന പ്രൊനൗൺസ് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി, എനിക്ക് ഉള്ളിൽ നിന്ന് തോന്നുന്ന ഫീലിംഗ് ഞാനൊരു പുരുഷനാണെന്നാണെങ്കിൽ എന്നെ ഹി, ഹിം എന്ന പ്രൊനൗൺസ് ഇട്ട് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും എനിക്ക് താല്പര്യം. എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഞാൻ സ്ത്രീ ആയിട്ടാണെങ്കിൽ എന്നെ ഷീ, ഹർ എന്നുള്ള പ്രൊനൗൺസ് ഇട്ട് വിളിക്കുന്നതായിരിക്കും എനിക്ക് താല്പര്യം. ഇനി ഇത് രണ്ടുമല്ല, ഒരു കൂട്ടം ആൾക്കാർക്ക് അവരെ ദേ, ദെം എന്ന പ്രൊനൗൺസ് ഇട്ട് അഡ്രസ്സ് ചെയ്യുന്നതാണ് താല്പര്യം. ആൾക്കാരുടെ പ്രൊനൗൺസ് എന്തും ആവട്ടെ, നമ്മൾ അത് ഉപയോഗിച്ച് അവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മൾ അവരെ ബഹുമാനിക്കുന്നു എന്ന് അവർക്ക് കാണിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ എന്തു തന്നെയായാലും ഇടയ്ക്കിടയ്ക്ക് തെറ്റുകൾ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പുരുഷനാണെന്ന് കരുതി ഒരാളെ ഹി, ഹിം എന്ന പ്രൊനൗൺസ് ഇട്ട് അഡ്രസ്സ് ചെയ്തു. പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി, അയാൾക്കുള്ളിൽ നിന്ന് അയാൾക്കുള്ള ഫീലിംഗ് അയാളൊരു സ്ത്രീയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഷീ, ഹർ എന്നുള്ള പ്രൊനൗൺസ് ആയിരുന്നു യൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് തെറ്റ് സംഭവിച്ചു. പക്ഷേ അത് സാരമില്ല. ഇത് സമൂഹത്ത് പതുക്കെ വരുന്നൊരു ചേഞ്ചാണ്. ഇങ്ങനത്തെ ചേഞ്ചസിന് ടൈം എടുക്കും. സോ തെറ്റുകൾ സംഭവിച്ചാൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് ട്രൈ ടു ഗെറ്റ് പീപ്പിൾസ് പ്രൊനൗൺസ് റൈറ്റ്.
അവസാനമായി നമുക്ക് ട്രാൻസ്ജെൻഡറിസത്തിനെ പറ്റി ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് സയൻസിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് പോകാം. ഇത്രയും നാളും ആൾക്കാരുടെ ധാരണ ജെൻഡർ എന്ന് പറയുന്നത് ഒരു ബൈനറി ആയിരുന്നെന്നായിരുന്നു. ഒരു വശത്ത് എല്ലായ്പ്പോഴും 100% പുരുഷനായി ഫീൽ ചെയ്യുന്ന ആൾക്കാരും ഒരു വശത്ത് എല്ലായ്പ്പോഴും 100% സ്ത്രീയായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരും. പക്ഷേ ഇന്ന് പറയപ്പെടുന്നത് ജെൻഡർ ഒരു സ്പെക്ട്രമാണെന്നാണ്, ഒരു സ്കെയില് പോലെയാണെന്നാണ്. ഒരു വശത്ത് എല്ലായ്പ്പോഴും 100% പുരുഷനായി ഫീൽ ചെയ്യുന്ന ആൾക്കാരും മറുവശത്ത് എല്ലായ്പ്പോഴും 100% സ്ത്രീയായി ഫീൽ ചെയ്യുന്ന ആൾക്കാരും. ആൻഡ് ഇതിൻ്റെ ഇടയിൽ എല്ലാ സമയവും 100% പുരുഷനായോ സ്ത്രീയായോ ഫീൽ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആൾക്കാരുണ്ട്. ഇതുപോലത്തെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ജെൻഡർ ഒരു സ്പെക്ട്രമാണെന്നാണ് ഇന്ന് പറയപ്പെടുന്നത്. ഓക്കെ, സോ ജെൻഡറിനെ പറ്റിയും ട്രാൻസ്ജെൻഡറിസത്തിനെ പറ്റിയുള്ള സയൻസും തിയറിയും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ആൾക്കാർക്ക് പൊതുവെയുള്ള ചില കാര്യമായ കൺസേൺസ് അഡ്രസ്സ് ചെയ്യാം. 1. ട്രാൻസ്ജെൻഡറിസം ഒരു മാനസിക രോഗമാണോ? മോസ്റ്റ് ലൈക്ലി അല്ല. കാരണം ട്രാൻസ്ജെൻഡറിസം ഒരു മാനസിക രോഗമാണെങ്കിൽ ട്രാൻസ്ജെൻഡറിസം റിവേഴ്സ് ചെയ്ത് അവരെ സിസ്ജെൻഡർ ആക്കുന്നത് അവരെ ലോങ് ടേമിൽ ഹാപ്പി ആക്കണം. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ആൾക്കാർ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവരെ ട്രാൻസ്ജെൻഡറായി ഇരിക്കാൻ അനുവദിക്കുമ്പോഴാണ്. ഓൾസോ ട്രാൻസ്ജെൻഡറിസത്തിന് ഇന്നേ വരെ ഒരു പ്രോപ്പർ ഫുള്ളി ഫങ്ഷണൽ ക്യൂർ ഇല്ല. ടോക്ക് തെറപ്പി ഉണ്ട്, കൺവേർഷൻ തെറപ്പി ഉണ്ട്, ഹോർമോൺ തെറപ്പി ഉണ്ട്. പക്ഷേ ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഇതൊന്നും വർക്ക് ചെയ്യാത്തത് ഇസ് പ്രോബബ്ലി ബിക്കോസ് ട്രാൻസ്ജെൻഡറിസം ഒരു രോഗമല്ല. ഒരു രോഗമാണെങ്കിൽ അല്ലേ മരുന്നും തെറപ്പിയൊക്കെ വർക്ക് ചെയ്യും. മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ മാനുവൽ DSM-5 അനുസരിച്ച് ട്രാൻസ്ജെൻഡറിസം ഒരു മാനസിക രോഗമല്ല. ഹൗഎവർ ജെൻഡർ ഡിസ്ഫോറിയ ഒരു മാനസിക രോഗമാണ്. ജെൻഡർ ഡിസ്ഫോറിയ എന്താണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ വീഡിയോയിൽ ടൈമില്ല. ജെൻഡർ ഐഡൻറ്റിറ്റി റിലേറ്റഡ് ഡിസ്ട്രെസ് ആണ് അതിൻ്റെ മെയിൻ സിംറ്റം. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ബട്ട് എനിവേസ് ട്രാൻസ്ജെൻഡറിസം ഇസ് നോട്ട് എ മെൻ്റൽ ഇൽനെസ്. രണ്ടാമതായി ആൾക്കാർക്കുണ്ടാകുന്ന ഒരു കൺസേൺ ഇതാണ്: ഷുഡ് ട്രാൻസ്ജെൻഡർ പീപ്പിൾ ബി അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് വിത്ത് സിസ്ജെൻഡർ പീപ്പിൾ? ട്രാൻസ്ജെൻഡർ ആൾക്കാരെ സിസ്ജെൻഡർ ആൾക്കാരുമായി സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിക്കാമോ? സിമ്പിൾ ആൻസർ: നോ. ഫോർ എക്സാമ്പിൾ, ട്രാൻസ് വിമണിനെ സിസ് വിമണുമായിട്ട് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിച്ചുകൂടാ. കാരണം ഒരു ട്രാൻസ് വുമൺ എന്ന് പറയുന്നത് സ്ത്രീയുടെ മനസ്സും പുരുഷൻ്റെ ശരീരവുമുള്ള ഒരാളാണ്. അതായത് അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി, അയാൾ മനസ്സുകൊണ്ട് സ്ത്രീയാണ്, പക്ഷേ ആ ശരീരം കൊണ്ട് അയാൾ പുരുഷനാണ് അല്ലെങ്കിൽ പുരുഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയാൾക്കൊരു പുരുഷൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ഉണ്ട്. പുരുഷന്മാർ ശരീരം കൊണ്ട് സ്ത്രീകളെക്കാൾ സ്ട്രോങ്ങറാണ്. അതൊരു ബയോളജിക്കൽ ഫാക്റ്റാണ്. അതിനെ റിഫ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ഓഫ് കോഴ്സ് എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ ആസ് എ ജനറൽ റൂൾ, ഓൺ ആവറേജ് പുരുഷന്മാരുടെ ശരീരം സ്ത്രീകളുടെ ശരീരത്തെക്കാൾ സ്ട്രോങ്ങറാണ്. അതുകൊണ്ടാണ് പുരുഷന്മാരെയും സ്ത്രീകളെയും സ്പോർട്സിൽ സെപ്പറേറ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ശരീരം കൊണ്ട് പുരുഷനും മനസ്സുകൊണ്ട് സ്ത്രീയുമായ ഒരാളെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും സ്ത്രീയായ ആൾക്കാരോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അൺഫെയർ ആണ്. അയാൾക്ക് പുരുഷൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും ഉണ്ട്. സോ അത് ശരിയല്ല. അത് സ്പോർട്സിൻ്റെ സ്പിരിറ്റിന് എഗൻസ്റ്റ് ആണ്. അത് അത്ലറ്റിക്സിൻ്റെ സ്പിരിറ്റിന് എഗൻസ്റ്റ് ആണ്. സോ ആസ് ഓഫ് നോ ട്രാൻസ് ആൾക്കാരെ സിസ് ആൾക്കാരോട് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ശരിയല്ല. ആ സ്പോർട്സിൻ്റെ സ്പിരിറ്റിന് എഗൻസ്റ്റ്. ഓക്കെ, മൂന്നാമത്തെ കൺസേൺ: വളർന്നു വരുന്ന തലമുറയിൽ ചില ആൾക്കാർ പറയുന്നു അവർ പട്ടിയാണെന്ന്, അവർ പൂച്ചയാണെന്ന്, അവർ ടേബിളായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവർ ഏലിയനായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവർ ഉയരം കൂടിയ ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മറ്റൊരു റേസിലെ ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും സയൻസ് ഉണ്ടോ? സിമ്പിൾ ആൻസർ: നോ. ആൾക്കാർ പട്ടിയായും പൂച്ചയായും ഏലിയനായും ഉയരം കൂടിയ ആളായും തക്കാളിയായും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പിന്നിൽ ഒരു സോളിഡ് സയൻസും ഇല്ല. ആൾക്കാരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അവർക്ക് എത്രമാത്രം സ്ട്രോങ് ആയി പുരുഷനായോ സ്ത്രീയായോ ഫീൽ ചെയ്യുന്നു എന്നതിൻ്റെ പിന്നിൽ ഒരു സ്ട്രോങ് ഡെവലപ്പിംഗ് ന്യൂറോ സയൻസ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതല്ലാതെ പട്ടിയായും പൂച്ചയായും മറ്റൊരു റേസായ ആളായും തക്കാളിയായിട്ടും ടേബിളായും ഒക്കെ ഫീൽ ചെയ്യുന്നതിൽ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പിന്നിൽ ഒരു സോളിഡ് സയൻസും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ട്രാൻസ്ജെൻഡറിസത്തിനെ പറ്റിയുള്ള ഡിസ്കഷൻ കഴിഞ്ഞു. അതായത് LGBTQIA ടീനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. By the way, LGBTQIA stands for lesbian, gay, bisexual, transgender, queer/questioning, intersexual, asexual. ഇതിൽ നമ്മൾ ട്രാൻസ്ജെൻഡറിസത്തിനെ പറ്റി സംസാരിക്കാൻ തീരുമാനിച്ചത് ഇസ് ബിക്കോസ് ട്രാൻസ്ജെൻഡറിസമാണ് കുറച്ച് കോംപ്ലക്സ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സ്പീഡിൽ ഡിസ്കസ് ചെയ്ത് പോകാം. അടുത്തത് നമുക്ക് ഇന്റർസെക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ദ ടേം ഇന്റർസെക്സ് സ്റ്റാൻഡ്സ് ഫോർ എ വൈഡ് വെറൈറ്റി ഓഫ് കണ്ടീഷൻസ് ഇൻ വിച്ച് എ പേഴ്സൺ ഇസ് ബോൺ വിത്ത് എ റീപ്രൊഡക്റ്റീവ് ഓർ സെക്ഷൽ അനാറ്റമി ദാറ്റ് ഡസൻറ്റ് സീം ടു ഫിറ്റ് ദ ഡെഫിനിഷൻ ഓഫ് മെയിൽ ഓർ ഫീമെയിൽ.
അതായത് ശരീരം കൊണ്ട് ഒരാളുടെ റീപ്രൊഡക്റ്റീവും സെക്ഷുവലും ഓർഗൻസും കൊണ്ട് അയാളെ ഈസിയായി പുരുഷനായോ സ്ത്രീയായോ വേർതിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അയാളെ നമ്മൾ ഇൻ്റർസെക്സ് എന്ന് വിളിക്കുന്നു. ഭൂമിയിലെ പോപ്പുലേഷൻ്റെ 0.02% ആൾക്കാർ ഇൻ്റർസെക്സ് ആണ്. ഓക്കെ, സോ ഇൻ്റർസെക്സ് എന്താ നമ്മൾ മനസ്സിലാക്കി. LGBTQIA T ട്രാൻസ്ജെൻഡർസും I ഇൻ്റർസെക്സും എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് നമുക്ക് LGBA പറ്റി ഡിസ്കസ് ചെയ്യാം. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, എസെക്ഷൽ. ഇത് നാലും പറയുന്നത് ഒരാളുടെ സെക്ഷുവൽ ഓറിയൻറ്റേഷനെ പറ്റിയാണ്. പക്ഷെ എന്താണ് സെക്ഷുവൽ ഓറിയൻറ്റേഷൻ? സെക്ഷുവൽ ഓറിയൻറ്റേഷൻ ഇസ് എ ടേം യൂസ്ഡ് ടു റെഫർ ടു എ പേഴ്സൺസ് പാറ്റേൺ ഓഫ് സെക്ഷുവൽ അട്രാക്ഷൻ ടു എ പർട്ടിക്കുലർ സെക്സ്. അതായത് സെക്ഷുവലായി നിങ്ങൾക്ക് ഏത് സെക്സിനോടാണോ ഇൻട്രസ്റ്റ് അതാണ് നിങ്ങളുടെ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആൾക്കാരോടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഹെട്രോസെക്ഷൽ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം സെക്സിനോടുള്ള ആൾക്കാരോടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഹോമോസെക്ഷൽ ആണ്. ഹോമോസെക്ഷൽസിൽ തന്നെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് താല്പര്യം തോന്നുമ്പോൾ അവർ ലെസ്ബിയൻ ആവുന്നു. ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് താല്പര്യം തോന്നുമ്പോൾ അയാൾ ഗേ ആവുന്നു. ഒരാൾക്ക് പുരുഷന്മാരോടും സ്ത്രീകളോടും താല്പര്യമുണ്ടെങ്കിൽ അയാൾ ബൈസെക്ഷൽ ആവുന്നു. ഒരാൾക്ക് ആരോടും ഒരു രീതിയിലുള്ള സെക്ഷൽ ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ അയാൾ എസെക്ഷൽ ആവുന്നു. ഇതാണ് സെക്ഷുവൽ ഓറിയൻറ്റേഷൻ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ജെൻഡർ ഐഡൻറ്റിറ്റിയെ പറ്റിയാണ്. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്കുള്ളിൽ നിന്നും തോന്നുന്ന ഫീലിംഗ് ആണ്, നമ്മൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന്. സെക്ഷുവൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് പുരുഷനോടോ സ്ത്രീയോടോ തോന്നുന്ന സെക്ഷുവൽ അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് രണ്ടും തമ്മിൽ എപ്പോഴും കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെപ്പറ്റി ഉള്ളിൽ തോന്നുന്ന ഫീലിംഗ് ആണ്. സെക്ഷുവൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന സെക്ഷുവൽ അട്രാക്ഷനാണ്. ആൻഡ് ഇത് തമ്മിൽ എപ്പോഴും കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ട്രാൻസ് വുമണിന് മനസ്സുകൊണ്ട് സ്ത്രീയും ശരീരം കൊണ്ട് പുരുഷനായ ഒരാൾക്ക് എപ്പോഴും പുരുഷന്മാരോട് തന്നെ അട്രാക്ഷൻ തോന്നണമെന്നില്ല. അവർക്ക് സ്റ്റിൽ സ്ത്രീകളോട് തന്നെ അട്രാക്ഷൻ തോന്നാം. അതുപോലെ തന്നെ ഒരു ട്രാൻസ് മാനിന് ശരീരം കൊണ്ട് സ്ത്രീയും മനസ്സുകൊണ്ട് പുരുഷനുമായ ഒരാൾക്ക് എപ്പോഴും സ്ത്രീകളോട് അട്രാക്ഷൻ തോന്നണമെന്നില്ല. അവർക്ക് സ്റ്റിൽ പുരുഷന്മാരോട് തന്നെ അട്രാക്ഷൻ തോന്നാം. അല്ലെങ്കിൽ അവർ ബൈസെക്ഷലും ആവാം. പക്ഷേ സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ എന്തെന്ന് വെച്ചാൽ ട്രാൻസ് വിമണിന് എപ്പോഴും പുരുഷന്മാരോടായിരിക്കും താല്പര്യമെന്നും ട്രാൻസ് മെന്നിന് എപ്പോഴും സ്ത്രീകളോടായിരിക്കും താല്പര്യമെന്നും ആയിരിക്കും. അങ്ങനെയല്ല, ഇത് തമ്മിൽ എപ്പോഴും കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ജെൻഡർ ഐഡൻറ്റിറ്റിയും സെക്ഷുവൽ ഓറിയൻറ്റേഷനും സെപ്പറേറ്റ് ആണ്. പക്ഷേ പലപ്പോഴും ഇത് പബ്ലിക്കിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ട്രാൻസ് വുമണാണ് പക്ഷേ എനിക്ക് സ്റ്റിൽ സ്ത്രീകളോടാണ് താല്പര്യം. അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് മാനാണ് പക്ഷേ ഞാൻ ബൈസെക്ഷലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആൾക്കാരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനത്തെ ആൾക്കാർ അവരെ തന്നെ ക്വയർ എന്ന് വിളിക്കും. ക്വയർ എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടേമാണ്, ഒരു ബ്രോഡ് ടേമാണ്. അതിനകത്ത് എല്ലാ ഹോമോസെക്ഷൽ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, എനിവൺ ഹു ക്വസ്റ്റ്യൻസ് ദെയർ സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഇവരെല്ലാവരും പെടും. ക്വയർ എന്ന് പറയുന്നത് പണ്ടൊരു ഡെറഗേറ്ററി ടേമായിരുന്നു, ഒരു മോശം ടേമായിരുന്നു, കളിയാക്കാൻ ഉപയോഗിച്ചിരുന്ന ടേമായിരുന്നു. പക്ഷേ ഇന്ന് അത് മാറി വരുന്നു. ഇന്ന് അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ പവർഫുൾ ആവുന്നു. ക്വയർ എന്ന് പറയുന്നത് എല്ലാ ബൈസെക്ഷൽ, ഹോമോസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, എനിവൺ ഹു ക്വസ്റ്റ്യൻസ് ദെയർ സെക്ഷുവാലിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റി ഇവരെല്ലാവരും പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ആവുന്നു. ക്വയർ ആണ് LGBTQIA Q. ഓക്കെ, അപ്പം നമ്മൾ LGBAQ എല്ലാം എന്താണെന്ന് മനസ്സിലാക്കി, സെക്ഷുവൽ ഓറിയൻറ്റേഷനെ പറ്റി മനസ്സിലാക്കി, ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി മനസ്സിലാക്കി. ഇനി നമുക്ക് ഹോമോസെക്ഷുവാലിറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള ചില സയൻറ്റിഫിക് കൺസേൺസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നമ്മളെ ഹോമോസെക്ഷൽ ആക്കുന്ന ഏതെങ്കിലും ബ്രെയിൻ റീജിയൻസോ ജീൻസോ ഉണ്ടോ? ഓണസ്റ്റ്ലി ഇതിൻ്റെ പിന്നിലെ സയൻസ് കുറച്ച് അൺക്ലിയർ ആണ്. സയൻസിന് ഇന്നും ക്ലിയറായി അറിയില്ല നമ്മളെ ഹോമോസെക്ഷൽ ആക്കുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രെയിൻ ഏരിയ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ജീൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ജീൻസ് ഉണ്ടോ എന്ന്. ഉണ്ടെന്ന് പറയുന്ന റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്ന റിസർച്ച് പേപ്പേഴ്സും ഉണ്ട്. ആൻഡ് ഇവർക്ക് രണ്ടുപേർക്കും പൊളിറ്റിക്കൽ ബയസ് ഉണ്ട്. അപ്പം നമുക്കറിയാൻ കഴിയില്ല ഇവർ ആര് പറയുന്നതാണ് ശരിയെന്ന്. സോ നമുക്ക് കൺക്ലൂസീവ്ലി അറിയില്ല ഹോമോസെക്ഷുവാലിറ്റിയുടെ പിന്നിൽ ഒരു ജനറ്റിക് ഫാക്ടർ മാത്രമാണോ എന്ന്. ആസ് ഓഫ് നൗ സയൻറ്റിസ്റ്റ് വിശ്വസിക്കുന്നത് മറ്റേത് ബിഹേവിയറും പോലെ ഹോമോസെക്ഷുവാലിറ്റിക്കും ഒരു ജനറ്റിക് കമ്പോണൻറ്റും ഉണ്ട്, ഒരു എൻവയോൺമെൻറ്റൽ കമ്പോണൻറ്റും ഉണ്ട്. നിങ്ങളുടെ ഏത് ബിഹേവിയർ, ഓൾമോസ്റ്റ് എല്ലാ ഹ്യൂമൻ ബിഹേവിയേഴ്സും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എത്ര തമാശ പറയുന്നു, നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ദേഷ്യം വരുന്നു, നിങ്ങൾക്ക് എത്ര വാത്സല്യമുണ്ട്, ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നതിൽ നിങ്ങളുടെ ജനറ്റിക്സ് ഒരു പാർട്ട് പ്ലേ ചെയ്യുന്നു, നിങ്ങളുടെ സമൂഹം ഒരു പാർട്ട് പ്ലേ ചെയ്യുന്നു. ഒട്ടുമിക്ക ഹ്യൂമൻ ബിഹേവിയേഴ്സിനും ഒരു ജനറ്റിക് കമ്പോണൻറ്റും ഉണ്ട്, ഒരു എൻവയോൺമെൻറ്റൽ കമ്പോണൻറ്റും ഉണ്ട്. ഹോമോസെക്ഷുവാലിറ്റിയും അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ജനറ്റിക് കമ്പോണൻറ്റും ഉണ്ട്, ഒരു എൻവയോൺമെൻറ്റൽ കമ്പോണൻറ്റും ഉണ്ട്. അതായത് ചിലർ ബൈ ബർത്ത് ഹോമോസെക്ഷൽ ആയിരിക്കും, ചിലർ ഓവർ ടൈം ഹോമോസെക്ഷലായി മാറുന്നു. അതിനൊരു ജനറ്റിക് കമ്പോണൻറ്റും ഉണ്ട്, ഒരു എൻവയോൺമെൻറ്റൽ കമ്പോണൻറ്റും ഉണ്ട്. ആൻഡ് ഈ തിയറിയുടെ പിന്നിൽ ആക്ച്വലി കുറച്ച് പ്രൂഫും ഉണ്ട്. ഐഡൻറ്റിക്കൽ ട്വിൻസ്, അതായത് ഒരു സ്പേം ഒരു എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്ത് അത് സ്പ്ലിറ്റായി രണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ട്വിൻസ് ഓൾമോസ്റ്റ് സെയിം DNA ഷെയർ ചെയ്യുന്നു.
100% സെയിം അല്ല, ബട്ട് ഓൾമോസ്റ്റ് സെയിം DNA ഷെയർ ചെയ്യുന്നു. ഐഡന്റിക്കൽ ട്വിൻസിന് സാധാരണ സഹോദരങ്ങളെക്കാൾ കൂടുതൽ ചാൻസ് ആണ് സെക്ഷുവൽ ഓറിയന്റേഷൻ ഷെയർ ചെയ്യാൻ. അതായത് ഒന്നെങ്കിൽ രണ്ടുപേരും ഹോമോസെക്ഷൽ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഹെട്രോസെക്ഷൽ ആയിരിക്കും. ഈ ചാൻസ് കൂടുതലാണ് സാധാരണ സഹോദരങ്ങളെക്കാൾ, വിച്ച് ഷോസ് ദാറ്റ് ഹോമോസെക്ഷുവാലിറ്റിക്ക് ഒരു ജനറ്റിക് കമ്പോണൻ്റ് ഉണ്ട്. ബട്ട് ചില സന്ദർഭങ്ങളിൽ ഒക്കേഷണലി ഇവർ സെക്ഷുവൽ ഓറിയന്റേഷൻ ഷെയർ ചെയ്യാറുമില്ല. അതായത് ഒരാൾ ഹോമോസെക്ഷലും മറ്റേ ആൾ ഹെട്രോസെക്ഷലും ആയിരിക്കും, വിച്ച് ഷോസ് ദാറ്റ് ഹോമോസെക്ഷുവാലിറ്റിക്ക് ഒരു എൻവയോൺമെൻറ്റൽ കമ്പോണൻ്റ് ഉണ്ട്. സ്വീഡിഷ് ട്വിൻ രജിസ്ട്രി ആക്ച്വലി ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി ഒരു സ്റ്റഡി നടത്തി 4000 പേർസ് ഓഫ് ട്വിൻസിനെ വെച്ച്. ആൻഡ് അവരുടെ കണ്ടുപിടുത്തവും ഇത് തന്നെയായിരുന്നു. ഹോമോസെക്ഷുവാലിറ്റിക്ക് ഒരു ജനറ്റിക് കമ്പോണൻ്റ് ഉണ്ട്, ഒരു എൻവയോൺമെൻറ്റൽ കമ്പോണൻ്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് വെരി സർപ്രൈസിങ്, ബിക്കോസ് ആസ് എ സെഡ് ഏർലിയർ ഓൾമോസ്റ്റ് എല്ലാ ഹ്യൂമൻ ബിഹേവിയേഴ്സിനും ഒരു ജനറ്റിക് കമ്പോണൻ്റ് ഉണ്ട്, ഒരു എൻവയോൺമെൻറ്റൽ കമ്പോണൻ്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ആസ്കിങ് സൗണ്ട് ഉണ്ടാക്കുന്നത് ചെണ്ടയാണോ ചെണ്ട കൊട്ടുന്ന ആളാണോ, രണ്ടുപേരും കൂടെ ചേർന്നാണ്. ഇന്ന് ഹോമോസെക്ഷുവാലിറ്റി ആൾക്കാർ കുറെ കൂടെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്നും അങ്ങനെ അല്ലായിരുന്നു. 1987 വരെ ഹോമോസെക്ഷുവാലിറ്റി അമേരിക്കൻ സൈക്യാട്രിക് മാനുവലായ DSM-5 അനുസരിച്ച് ഒരു മാനസിക രോഗമായിരുന്നു. കെമിക്കൽ കാസ്ട്രേഷൻ, ബ്രെയിൻ്റെ ഓരോ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന ലോബോട്ടോമി, ടോക്ക് തെറപ്പിയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം. പക്ഷേ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹോമോസെക്ഷുവാലിറ്റിയെ DSM-5 നിന്ന് എടുത്ത് മാറ്റി. ഇന്ന് ഹോമോസെക്ഷുവൽസിന് ഗേ അഫർമേഷൻ തെറപ്പി നൽകുന്നു. അത് അവരെ അവരുടെ ഹോമോസെക്ഷുവാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് സന്തോഷമായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. പക്ഷേ അന്നും ഇന്നും ചില ആൾക്കാർക്കൊരു വാലിഡ് കൺസേൺ ഉണ്ട്, ഹോമോസെക്ഷുവാലിറ്റി അൺനാച്ചുറൽ അല്ലേ എന്ന്. വെൽ, അൺനാച്ചുറൽ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നേച്ചറിൽ കാണാത്തത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി വളരെ നാച്ചുറലാണ്. നേച്ചറിൽ 450-ൽ പരം സ്പീഷീസിൽ സയൻറ്റിസ്റ്റ് ഹോമോസെക്ഷുവാലിറ്റി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മെക്കാക്സും ജിറാഫ്സും പോലത്തുള്ള ആനിമൽസിൽ മെയിൽ ബെൽ ഗേ സെക്ഷുവൽ ആക്ടിവിറ്റി വളരെ കോമൺ ആണ്. ബൊണോബോസ് പോലുള്ള സ്പീഷീസിൽ ഫീമെയിൽ ലെസ്ബിയൻ സെക്ഷുവൽ ആക്ടിവിറ്റി വളരെ കോമൺ ആണ്. ഇതുപോലെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഹോമോസെക്ഷുവാലിറ്റി നേച്ചറിൽ വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യന്മാരുടെ ഇടയിലുള്ളതിൽ ആരും വിഷമിക്കുകയോ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റൊരു കൺസേൺ ഉണ്ട്, ഒരു സോളിഡ് സയൻറ്റിഫിക് കൺസേൺ. ഹോമോസെക്ഷുവാലിറ്റിക്കെതിരെയുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ദാറ്റ് എവല്യൂഷണറിലി ഹോമോസെക്ഷുവാലിറ്റി മേക്സ് നോ സെൻസ്. എവല്യൂഷനുമായി ഒട്ടും ഒത്തുചേർന്ന് പോകാത്തൊരു സാധനമാണ് ഹോമോസെക്ഷുവാലിറ്റി. ബിക്കോസ് ഹോമോസെക്ഷുവൽസിന് സ്വന്തമായി കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റും, പക്ഷെ ഉണ്ടാക്കില്ല. അവർക്ക് ഓബ്വിയസ്ലി കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാം, പക്ഷെ അവർ ഒരു ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർക്ക് സ്വന്തം കുട്ടികൾ ഉണ്ടാവില്ല. അതായത് അവർക്ക് അവരുടെ DNA ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഹോമോസെക്ഷുവാലിറ്റിയുടെ എന്തെങ്കിലും ഒരു ജനറ്റിക് കമ്പോണൻ്റ് അവരിലുണ്ടെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് അവരുടെ കുട്ടികൾക്ക് കൊടുക്കാൻ അവർ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തലമുറകൾ കഴിയും തോറും ഈ ഹോമോസെക്ഷുവാലിറ്റിയുടെ ജനറ്റിക് കമ്പോണൻ്റ് ട്രാൻസ്മിറ്റ് ആവാതെ അത് ആ പോപ്പുലേഷനിൽ ഇല്ലാതാവണം. ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ വരെ ഇത് എൻ്റെയും ഒരു ഡൗട്ടായിരുന്നു, കാരണം ഇതൊരു വാലിഡ് ഡൗട്ടാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു. ഹോമോസെക്ഷുവാലിറ്റി എവല്യൂഷൻ വൈസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. എവല്യൂഷണറിലി നമുക്ക് കിട്ടിയ ഒരുപാട് ട്രേറ്റ്സ് നമ്മൾ അതിൻ്റെ പ്രൈമറി പർപ്പസിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, കുറേ റിലേറ്റഡ് സൈഡ് ബിഹേവിയേഴ്സിന് വേണ്ടി ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ കൈ കിട്ടിയത് മറ്റ് ഏപ്സിനെ പോലെ ബ്രാഞ്ചസിൽ തൂങ്ങി നിൽക്കാനും ഫ്രൂട്ട്സ് പറിക്കാനും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ഈ കൈ മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ ക്യാച്ച് ചെയ്യാനും നമ്മൾ ഈ കൈ ഉപയോഗിക്കാറുണ്ട്. വയലിൻ പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കൈ ഉപയോഗിക്കാറുണ്ട്. സിമിലർലി നമുക്ക് കളർ വിഷൻ കിട്ടിയത് ഫ്രൂട്ട്സ് തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഏതാണ് പഴുത്ത ഫ്രൂട്ട്, ഏതാണ് പച്ച ഫ്രൂട്ട്, ഏതാണ് വിഷമുള്ള ഫ്രൂട്ട്, ഏതൊക്കെ ഫ്രൂട്ട്സ് തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കളർ വിഷൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മഴവിലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു, പെയിൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നു, മറ്റൊരുപാട് റിലേറ്റഡ് സൈഡ് ബിഹേവിയേഴ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. സെക്ഷുവാലിറ്റിയും നമുക്ക് നമ്മുടെ എവല്യൂഷണറി ട്രീയിൽ വളരെ നേരത്തെ കിട്ടിയതാണ്. അതിൻ്റെ ഒരു ഓഫ് ഷൂട്ട് സൈഡ് ബിഹേവിയറായി ഹോമോസെക്ഷുവാലിറ്റി നിലനിൽക്കുന്നു, ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ. അതുകൊണ്ടാണ് ഇത്രയധികം സ്പീഷീസിൽ നമുക്ക് ഹോമോസെക്ഷുവാലിറ്റി കാണാൻ സാധിക്കുന്നത്. സോ എവല്യൂഷൻ്റെ ടേംസിലും ഹോമോസെക്ഷുവാലിറ്റി സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. അവസാനമായി ചിലർക്ക് മറ്റൊരു കൺസേൺ കാണും, എല്ലാവരും ഹോമോസെക്ഷുവലായ മനുഷ്യരാശി തന്നെ നശിച്ചു പോകില്ല എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവരും ഹോമോസെക്ഷൽ ആവില്ല. ഒരു സൊസൈറ്റിയിൽ ഹോമോസെക്ഷൽ പോപ്പുലേഷനും ഹെട്രോസെക്ഷൽ പോപ്പുലേഷനും ഹെൽത്തിലി കോഎക്സിസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല, DNAയുടെയും ജനറ്റിക് ട്രേറ്റ്സിൻ്റെയും മാത്തമാറ്റിക്കൽ മോഡലിംഗ് അനുസരിച്ച് ഏതൊരു പോപ്പുലേഷൻ്റെ ഇടയിൽ ഹോമോസെക്ഷൽ ട്രേറ്റ്സ് ഇമേർജും ചെയ്യും, നിലനിൽക്കുകയും ചെയ്യും, ആ പോപ്പുലേഷന് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.
LGBTQIA, ആക്ച്വലി LGBTQIA+ ആണ്, പക്ഷെ അത് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. LGBTQIA എന്താണെന്നും ജെൻഡറും സെക്ഷുവാലിറ്റി എന്താണെന്നും അതിൻ്റെ ഡെവലപ്പിംഗ് സയൻസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി സാധാരണ ഉണ്ടാകുന്ന ഡൗട്ട്സും കൺസേൺസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇതിൻ്റെ തിയറിയും ഇതിൻ്റെ സയൻസും അറിയാനായിരുന്നു താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. സോറി, ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്, എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഇത്തിരി എത്തിക്സും ഇത്തിരി ഫിലോസഫിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിൽ താല്പര്യമുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റും കൂടി ഈ വീഡിയോ കാണുക. ഫണ്ണായിരിക്കും, ഐ പ്രോമിസ്. എക്സിസ്റ്റൻസിൻ്റെ പേർപ്പസ് എന്താണ്? നമ്മളെല്ലാം ഈ ഭൂമിയിലുള്ളത് എന്തിനാണ്? എന്തായിരിക്കണം ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യരാശിയുടെ ലക്ഷ്യം? വി ക്യാൻ ഓൾ അഗ്രി ദാറ്റ് ദ പേർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ് ഇസ് ടു റെഡ്യൂസ് അൺവാണ്ടഡ് സഫറിങ്. ഇമോഷൻ ഫീൽ ചെയ്യാൻ കഴിവുള്ള എല്ലാ ജീവജാലങ്ങളും അനാവശ്യമായി സഫർ ചെയ്യുന്നത് കുറയണം. മനുഷ്യനെ അനാവശ്യമായി ഉപദ്രവിക്കുന്നത് കുറയണം. മനുഷ്യൻ ഇമോഷൻ ഫീൽ ചെയ്യാൻ കഴിവുള്ള മൃഗങ്ങളെ അനാവശ്യമായി ഉപദ്രവിക്കുന്നത് കുറയണം. മനുഷ്യനും മൃഗങ്ങളും അനാവശ്യമായി സഫർ ചെയ്യുന്നത് കുറയണം. ഇന്ന് ഈ ലോകത്ത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, വിച്ച് ഇസ് ഗുഡ്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് സമൂഹം ഒരാൾ ചെയ്യുന്ന കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന കാര്യത്തിന് എതിരായി നിൽക്കേണ്ടത്? സമൂഹം എതിരായി നിൽക്കേണ്ടത് ഒന്നെങ്കിൽ അയാൾ മറ്റൊരു ഇമോഷൻ ഫീൽ ചെയ്യാൻ കഴിവുള്ള ജീവനെ ഡയറക്റ്റ്ലി ഉപദ്രവിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളെ തന്നെ ഡയറക്റ്റ്ലി ഉപദ്രവിക്കുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പേഴ്സിൽ നിന്ന് 1000 രൂപ മോഷ്ടിക്കുകയാണെങ്കിൽ സമൂഹം അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ രാത്രി സ്പീക്കറിൽ ലൗഡ് വോളിയമായിട്ട് മ്യൂസിക് പ്ലേ ചെയ്ത് എൻ്റെ നെയ്ബറിൻ്റെ ഉറക്കം കളയുകയാണെങ്കിൽ സമൂഹം അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ അനാവശ്യമായിട്ട് മറ്റൊരു ഇമോഷൻ ഫീൽ ചെയ്യാൻ കഴിവുള്ള മൃഗത്തിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമൂഹം അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ഡെയിലി മദ്യപിച്ച് എൻ്റെ ആരോഗ്യം തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ അതിനെ സമൂഹം സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ഈ പറഞ്ഞ 4 എക്സാമ്പിൾസിലും ഞാൻ എന്നെ തന്നെയോ അല്ലെങ്കിൽ മറ്റൊരു ഇമോഷൻ ഫീൽ ചെയ്യാൻ കഴിവുള്ള ജീവനെയോ ഡയറക്റ്റ്ലി ഉപദ്രവിക്കുകയാണ്. ഇൻഡയറക്റ്റ്ലി ഉപദ്രവിക്കുന്നതിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പഴം കഴിച്ചിട്ട് പഴത്തൊലി വലിച്ചെറിഞ്ഞു, അതറിയാതെ റോഡിൽ പോയി വീണു, മഴ നനങ്ങി അത് ഒരാളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി വീണു, അയാൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ ആ പഴത്തൊലി ചവിട്ടി വീണു, അതുകൊണ്ട് അയാളുടെ ഭാര്യയ്ക്ക് വിഷമമായി. ഇങ്ങനൊരു ഇൻഡയറക്റ്റ് റൂട്ടിനെ പറ്റി ഞാൻ പറയുന്നില്ല, അതും നമ്മുടെ കയ്യിലല്ല. പക്ഷേ ഡയറക്റ്റ്ലി നമ്മളെ തന്നെയോ മറ്റൊരു ഇമോഷൻ ഫീൽ ചെയ്യാൻ കഴിവുള്ള ജീവനെയോ ഹാം ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. അതിനെയാണ് സമൂഹം സപ്പോർട്ട് ചെയ്യാത്തത്. ഇതേ ഡിസ്കഷൻ നമുക്ക് ഹോമോസെക്ഷുവാലിറ്റിയിലേക്കും ട്രാൻസ്ജെൻഡറിസ്റ്റിലേക്കും കൊണ്ടുവരാം. 2 ആൾക്കാർ പൂർണ്ണ സമ്മതത്തോടെ ഹോമോസെക്ഷൽ ബിഹേവിയറിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ തന്നെയോ മറ്റാരെയുമോ ഡയറക്റ്റ്ലി ഉപദ്രവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സമൂഹം അതിനെ എന്തിനെതിർക്കണം? ഒരാൾ ട്രാൻസ്ജെൻഡറായി സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അയാളുടെ കാര്യം നോക്കി ജീവിച്ചു പോവുകയാണെങ്കിൽ അയാളെ തന്നെയോ മറ്റാരെയുമോ ഡയറക്റ്റ്ലി ഉപദ്രവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സമൂഹം അതിനെ എന്തിനെതിർക്കണം? സോ ബൈ ഓൾ മീൻസ്, ഫ്രം എ മോറൽ ആൻഡ് എൻ എത്തിക്കൽ സ്റ്റാൻഡ് പോയിന്റ്, ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിനെയും സമൂഹം എതിർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചിലർക്ക് എത്തിക്സിലും മൊറാലിറ്റിയിലൂടെ അല്ല ഈ ലോകത്തെ കാണാൻ താല്പര്യം, ചിലർക്ക് സയൻസിലൂടെയാണ് ഈ ലോകത്തെ കാണാൻ താല്പര്യം. അങ്ങനെയാണെങ്കിൽ ഒരു സയൻറ്റിഫിക് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിനെയും സപ്പോർട്ട് ചെയ്യണോ, എതിർക്കണോ? വെൽ, ടു ബി വെരി ഓണസ്റ്റ്, ഇതിൻ്റെ സയൻസ് അത്ര ക്ലിയർ അല്ല. ഇതിൻ്റെ സയൻസ് ഡെവലപ്പിംഗ് ആണ്. പക്ഷേ സയൻസ് ഡെവലപ്പ് ചെയ്യും തോറും നമ്മൾ ഈ 2 കോസിനെയും സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഡെവലപ്പിംഗ് സയൻസിൻ്റെ എവിഡൻസ് എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ ഫേവർ ചെയ്തുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ സയൻസ് 100% ക്ലിയർ അല്ല. സോ ദാറ്റ് ലീവ്സ് us with 2 choices. ഒന്നെങ്കിൽ ഡെവലപ്പിംഗ് സയൻസ് ഇതിനെ ഫേവർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് ഈ 2 കോസിനെയും സപ്പോർട്ട് ചെയ്യാം, ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിനെയും. അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സയൻസ് ഇപ്പോഴും 100% ക്ലിയർ ആയിട്ടില്ല അല്ലെങ്കിൽ സോളിഡ് ആയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കൊരു ന്യൂട്രൽ സ്റ്റാൻസ് എടുക്കാം. സയൻസ് ഇത്രയും കൂടെ ക്ലിയർ ആവുന്നത് വരെ ഈ കോസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട, എതിർക്കുകയും വേണ്ട, ഒരു ന്യൂട്രൽ സ്റ്റാൻസ് എടുക്കാം. ബട്ട് ഇൻ എനി കേസ് ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിനെയും എതിർക്കാനുള്ള സയൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എതിർക്കുന്നതിൽ ഒരുപാട് അർത്ഥമില്ല. സോ ഫൈനലി വി ഹാവ് 2 choices. ഒരു എത്തിക്കലും മോറൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിനെയും സപ്പോർട്ട് ചെയ്യണം. ഒരു സയൻറ്റിഫിക് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഡെവലപ്പിംഗ് സയൻസ് ഇതിനെ ഫേവർ ചെയ്യുന്നതുകൊണ്ട് ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിനെയും സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സയൻസ് സ്റ്റിൽ ഡെവലപ്പിംഗ് ആയതുകൊണ്ട് നമുക്കൊരു ന്യൂട്രൽ സ്റ്റാൻസ് എടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലേത് ചോയ്സും ആൾക്കാർക്ക് എടുക്കാം. നിങ്ങൾക്കൊന്നെങ്കിൽ ഈ കോസിനെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കാം. നിങ്ങളുടെ തീരുമാനം. നിങ്ങൾ റീസണബിൾ ആയിട്ടുള്ള അഡൽട്സാണ്.
പക്ഷേ ഇതിനെ എതിർക്കുന്നത് ഒരു രീതിയിലും സെൻസ് ഉണ്ടാക്കുന്നില്ല. ഒരു എത്തിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് സെൻസ് ഉണ്ടാക്കുന്നില്ല, ഒരു സയൻറ്റിഫിക് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് സെൻസ് ഉണ്ടാക്കുന്നില്ല. സോറി ഇഫ് ഐ ഒഫൻഡഡ് എനിവൺ. പക്ഷേ ഇതെല്ലാം ആണെങ്കിലും എന്തുകൊണ്ട് ഇന്നും ഒരുപാട് ആൾക്കാർ ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിസ്റ്റിനെയും എതിർക്കുന്നു? The primary reason behind this is people believe homosexuality and transgenderism will lead to downfall of society. ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിസവും നമ്മുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും എതിരാണെന്നും നമ്മുടെ സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഇതിനെ കൂടുതൽ എതിർക്കാനോ കൗണ്ടർ ചെയ്യാനോ പോയിന്റ്സ് പറയാനോ ഒന്നും വരുന്നില്ല. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആ എക്സാമ്പിൾ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, നിങ്ങൾ ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിസ്റ്റിനെയും അതുപോലത്തെ റിലേറ്റഡ് കോസസിനെയും സപ്പോർട്ട് ചെയ്യണോ എതിർക്കണോ എന്ന്. ആൻഡ് നിങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. നിങ്ങളുടെ തീരുമാനം മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ആളൊന്നും അല്ല ഞാൻ. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് യു ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആ എക്സാമ്പിൾ കഴിയുന്ന ഉടനെ ഈ വീഡിയോയും കഴിയും. മനുഷ്യന്മാരുടെ ക്ലോസസ്റ്റ് റിലേറ്റീവ്സ്, നമ്മുടെ എവല്യൂഷണറി കസിൻസ്, നമ്മളുമായി 98.8% DNA ഷെയർ ചെയ്യുന്ന 2 സ്പീഷീസാണ് ചിമ്പാൻസീസും ബൊണോബോസും. നമ്മളുമായി ഇത്രയും DNA ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുമായി ഒരുപാട് സാമ്യമുണ്ട് ചിമ്പാൻസീസിനും ബോണോബോസിനും. ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും സ്വഭാവം കൊണ്ടും മനുഷ്യരുമായി ഒരുപാട് സാമ്യമുണ്ട് ചിമ്പാൻസീസിനും ബോണോബോസിനും. ആൻഡ് മനുഷ്യന്മാരെ പോലെ തന്നെ ചിമ്പാൻസീസും ബോണോബോസും സൊസൈറ്റീസ് ആയിട്ടാണ് ജീവിക്കുന്നത്, കൂട്ടത്തോടെയാണ് ജീവിക്കുന്നത്. ഇന്ന് മനുഷ്യൻ്റെ ഇടപെടൽ കാരണം ചിമ്പാൻസീസും ബോണോബോസും രണ്ടും എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. കാടുകളിൽ വളരെ കുറച്ച് ചിമ്പാൻസീസും ബോണോബോസുമേ ബാക്കിയുള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കാടുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് കാടുകളിൽ ഒരുപാട് ചിമ്പാൻസീസും ബോണോബോസും ഉണ്ടായിരുന്നു. ആൻഡ് ഇവർ 2 പേരും ഈക്വലി സക്സസ്ഫുൾ സൊസൈറ്റീസ് ആയിരുന്നു. 10,000 വർഷത്തോളം തലമുറകളാൽ സക്സസ്ഫുള്ളി കാട്ടിൽ ജീവിച്ച 2 സ്പീഷീസാണ് ചിമ്പാൻസീസും ബോണോബോസും. പക്ഷേ ചിമ്പാൻസി സൊസൈറ്റീസും ബൊണോബോ സൊസൈറ്റീസും തമ്മിൽ ഒരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ഉണ്ട്. ചിമ്പാൻസി സൊസൈറ്റീസ് ഭയങ്കര റിജിഡാണ്. റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, ഹൈറാർക്കി ഉണ്ട്. ഇന്ന ആൾക്ക് താഴെ ഇയാൾ. ആൻഡ് ഈ റൂൾസോ റെഗുലേഷൻസോ ഹൈറാർക്കിയോ തെറ്റിച്ചാൽ ഭയങ്കര സ്ട്രോങ് പണിഷ്മെൻറ്റ് കൊടുക്കും. ഒരു ആൽഫ മെയിൽ രാജാവുണ്ട്, ആ രാജാവ് പറയുന്ന കാര്യങ്ങളെ നടക്കൂ. ഫീമെയിൽ ചിമ്പാൻസീസിനെ മെയിൽ ചിമ്പാൻസീസ് അടക്കി നിർത്തും, ഡോമിനേറ്റ് ചെയ്യും. സെക്ഷൽ ബിഹേവിയറിൻ്റെ കാര്യത്തിൽ ഇവർക്ക് റിജിഡ് റൂൾസ് ഉണ്ട്. പ്രശ്നങ്ങൾ വന്നാൽ ഇവർ തല്ലി തീർക്കും. ബേസിക്കലി ഒരു ഭയങ്കര റിജിഡ് സൊസൈറ്റിയാണ്. പക്ഷേ വളരെ സക്സസ്ഫുൾ സൊസൈറ്റിയാണ്. 10,000 വർഷത്തോളം ചിമ്പാൻസി സൊസൈറ്റീസ് സക്സസ്ഫുള്ളായി കാട്ടിൽ ജീവിച്ചു. ഓൺ ദി അതർ ഹാൻഡ് ബൊണോബോ സൊസൈറ്റീസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാര്യമായ റൂൾസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല, കാര്യമായ ഹൈറാർക്കി ഒന്നുമില്ല, ആർക്ക് താഴെ ആരെന്നൊന്നുമില്ല. ഒരുപാട് സെക്ഷൽ ബിഹേവിയർ ഉണ്ട്, ഹോമോസെക്ഷൽ ബിഹേവിയർ ഉണ്ട്, ഹെട്രോസെക്ഷൽ ബിഹേവിയറും ഉണ്ട്. പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർ തല്ലി തീർക്കുന്നവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തും കെട്ടിപ്പിടിച്ചൊക്കെ തീർക്കും. ബേസിക്കലി ഒരു ഭയങ്കര റിലാക്സ് സൊസൈറ്റി. ആൻഡ് മൈൻഡ് യു, ബൊണോബോ സൊസൈറ്റീസും ഈക്വലി സക്സസ്ഫുൾ ആയിരുന്നു. അവരുടെ സൊസൈറ്റിക്ക് ഒരു തകരാറ് സംഭവിച്ചില്ല. 10,000 വർഷത്തോളം അവരും കാടുകളിൽ സക്സസ്ഫുള്ളായി ജീവിച്ചു. നൗ ആസ് ഐ സെഡ് ഏർലിയർ, മനുഷ്യന്മാരുടെ DNA is equally 98.8% സിമിലർ ടു ബോത്ത് ചിമ്പാൻസീസ് ആൻഡ് ബൊണോബോസ്. അതായത് നമുക്ക് വേണമെങ്കിൽ ചിമ്പാൻസീസിനെ പോലെ പെരുമാറാം, അല്ലെങ്കിൽ ബൊണോബോസിനെ പോലെ പെരുമാറാം. ആൻഡ് ഐദർ വേ നമ്മുടെ സമൂഹം സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങളൊരു ചിമ്പാൻസി സൊസൈറ്റിയാണ് വാർത്തെടുക്കുന്നതെങ്കിൽ അത് സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങളൊരു ബൊണോബോ സൊസൈറ്റിയാണ് വാർത്തെടുക്കുന്നതെങ്കിൽ അതും സക്സസ്ഫുൾ ആയിരിക്കും. ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്നും പറയാൻ ഞാനാണല്ല, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളാണ് നാളത്തെ സമൂഹം വാർത്തെടുക്കുന്നത്. നിങ്ങൾക്കൊരു ചിമ്പാൻസി സൊസൈറ്റിയുടെ ഭാഗമാണോ, ഒരു ബൊണോബോ സൊസൈറ്റിയുടെ ഭാഗമാണോ? നിങ്ങൾക്കൊരു ചിമ്പാൻസി ആവണോ, ഒരു ബൊണോബോ ആവണോ? താങ്ക്സ് ഫോർ വാച്ചിങ്.